നമ്മളെല്ലാവരും ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ലേ ഈ പെൻ എന്ന് പറയുന്നത്. നമ്മൾ എഴുതാൻ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും എറിയാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല കാര്യത്തിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടാണ് ഒരു പെൻ ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിൽ പ്ലാസ്റ്റിക് ഉണ്ട്. അതിന്റെ നിബ് ഉണ്ടാക്കിയത് ചിലപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലോ ബ്രാസോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ടായിരിക്കാം. അതിന്റെ ഗ്രിപ്പൊക്കെ ഉണ്ടാക്കുന്നത് റബ്ബറിനെ കൊണ്ടായിരിക്കാം. അതിന്റെ ഉള്ളിലുള്ള ഇങ്ക് ചിലപ്പോൾ വേറെ എവിടുന്നെങ്കിലൊക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു ചെറിയ പ്രൊഡക്റ്റ് ഒരു പെന്ന് ഉണ്ടാവുന്നത്. ഇതൊക്കെ എവിടെ നിന്നാണ് ഈ ഡിഫറെന്റ് സാധനങ്ങൾ വരുന്നത്? ഇതൊക്കെ ആരാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്? ആരാണ് റബ്ബർ ഈ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരട്ടെ, ബ്രാസ് ഈ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരട്ടെ, പ്ലാസ്റ്റിക് ഈ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നൊക്കെ തീരുമാനിക്കുന്നത്? ഇത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. ഇതെങ്ങനെയാണ് ഇതൊക്കെ കൂടി ഒരുമിച്ച് വന്നിട്ട് ഒരു പെന്നായി മാറുന്നത് എന്ന്. പക്ഷേ ഹായക്ക് എന്ന് പറഞ്ഞ ഒരു എക്കണോമിസ്റ്റിനെ പറ്റി ഞാൻ കൂടുതൽ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം ചില്ല് ചെയ്യുക. ഇതിനെപ്പറ്റി കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ അങ്ങ് നടന്നോളും എന്നുള്ളതാണ്. എല്ലാവർക്കും നമസ്കാരം. നയദൃഷ്ടി പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയനിധി പോളിസി കളക്ടീവ് എന്ന ഓർഗനൈസേഷന്റെ ഒരു പോഡ്കാസ്റ്റാണ് നയദൃഷ്ടി. നയനിധി പോളിസി കളക്ടീവിന്റെ കോഫൗണ്ടേഴ്സാണ് ഞാനും ആനന്ദും. അപ്പം ഇന്ന് ഞങ്ങളുടെ പോഡ്കാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ വിചാരിക്കുന്ന ഒരു വിഷയം ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എക്കോണമിസ്റ്റിനെ പറ്റിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഫ്രെഡറിക് ഹയക്ക് എന്നുള്ളതാണ്. സോ ഹയക്കിനെ പറ്റി ഞങ്ങൾ കുറച്ച് ബുക്കുകൾ വായിച്ചിട്ടുണ്ട്, പേപ്പേഴ്സ് വായിച്ചിട്ടുണ്ട്, ഹയക്കിന്റെ പറ്റി വീഡിയോസ് കേട്ടിട്ടുണ്ട്, ടോക്സ് കേട്ടിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. എൻ്റെ ഹയക്കിന്റെ ഐഡിയാസ് ഞങ്ങളെയും ഞങ്ങളുടെ വർക്കിനെയും എവറി ഡേ ഞങ്ങൾ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഹയക്കിന്റെ കുറച്ച് ഐഡിയാസ് നിങ്ങളോട് ഷെയർ ചെയ്യാം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഹയക്കിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ 1899 ജനിച്ചിട്ട് ഓൾമോസ്റ്റ് എൻഡ് ഓഫ് 20th സെഞ്ചുറി 1990s വരെ ജീവിച്ചിരുന്ന ഒരാളാണ് ഹയക്ക്. 1970s അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി. എക്കണോമിക്സും സോഷ്യോളജിയും സൈക്കോളജിയും ഫിലോസഫിയും അങ്ങനെ പല ഏരിയാസ് കമ്പൈൻ ചെയ്തതിന് ഒരുമിച്ച് പഠിക്കുന്ന ഒരു ഭയങ്കര എക്സ്പേർട്ടായിരുന്നു ഹയക്ക്. അപ്പം അതിന് തന്നെയാണ് ഇങ്ങനെ ഈ പല ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസത്തെ അതിനെല്ലാം മിക്സ് ചെയ്തുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നതിനാണ് ഹയക്കിന് നോബൽ പ്രൈസ് കിട്ടിയതും. വേൾഡ് വാർ 1 അദ്ദേഹം ഒരു സോൾജറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അന്നത്തെ ഉള്ള പല ആൾക്കാരെയും നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ ജോർജ് ഓർവെലും സി.എസ്. ലൂയിസ് അങ്ങനെ പല ആൾക്കാരും ഈ വേൾഡ് വാറിലുള്ള പാർട്ടിസിപ്പേഷൻ അവർ ഇൻവോൾവ് ചെയ്തത് അവരെ ഒത്തിരി മാറ്റി. അതുപോലെ ഹയക്കിനും വേൾഡ് വാറിലെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ അഫക്റ്റ് ചെയ്തു. ഇങ്ങനൊരു വാർ ഇനി ഉണ്ടാവാൻ പാടില്ല, അതിനുവേണ്ടി എന്ത് ചെയ്യാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വലിയ മോട്ടിവേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ അതിൽ നിന്നാണ് അദ്ദേഹം എക്കണോമിക്സിലേക്കും ഈ ഫീൽഡിലേക്കും വരുന്നത്. അന്നിങ്ങനെ അദ്ദേഹം ഒത്തിരി ബുക്കുകൾ എഴുതി. ഭയങ്കരമായിട്ട് പുള്ളിയുടെ എടുത്ത് നിൽക്കുന്ന 1-2 പുസ്തകങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് റോഡ് ടു സെർഫ്ഡം എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടൊരു ബുക്കുണ്ട്. വേറെ ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലിബർട്ടി എന്നൊരു ബുക്കുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ എല്ലാം ലിങ്ക്സ് ഫ്രീ ആയിട്ട് ഇതെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആവും. ഇതിൻ്റെ ലിങ്ക്സ് ഞങ്ങൾ ഷോ നോട്ട്സിലിടാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ലേറ്റർ ലൈഫിൽ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിട്ടും ഒരു പബ്ലിക് ഇൻ്റലക്ച്വലായിട്ടൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തു. അപ്പം അദ്ദേഹം വർക്ക് ചെയ്ത ആ ഫീൽഡ് ഓഫ് എക്കണോമിക്സിനെ അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഓഫ് എക്കണോമിക്സിനെ സ്കൂൾ ഓഫ് എക്കണോമിക്സിനെ പൊതുവെ വിളിക്കുന്നത് ഓസ്ട്രിയൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നാണ്. ആദ്യം തന്നെ എന്താണ് ഓസ്ട്രിയൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് നമ്മളൊന്ന് മനസ്സിലാക്കി തുടങ്ങുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സോ ആനന്ദ്, എന്താണ് ഓസ്ട്രിയൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്? ഞാൻ ആദ്യം ഈ ഒരു ഐഡിയനോട് ഓസ്ട്രിയൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് നമ്മളുടെ ഒരു പാർട്ണർ ഓർഗനൈസേഷൻ ഉണ്ട്, സെന്റർ ഫോർ സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞ്. അവർ നടത്തുന്ന ഒരു ഓസ്ട്രിയൻ എക്കണോമിക്സിന്റെ ഒരു കോഴ്സ് വഴിയാണ് ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രിയൻ എക്കണോമിക്സ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടും ഡീപ്പായിട്ടും പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീൽഡ് ഓഫ് എക്കണോമിക്സ് ആണ്. പല കാര്യങ്ങളും ഭയങ്കര കോമൺ സെൻസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഓസ്ട്രിയൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിനെ. ഇത് ആക്ച്വലി സ്ഥാപിച്ചത് 1870s. ആ കാലം മുതലേ ഓസ്ട്രിയൻ എക്കണോമിക്സ് ഒരു ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടുണ്ട്. 1870s കാൾ മെങ്കർ എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ സ്ഥാപകനായിട്ട് യൂഷ്വലി പറയുന്നത്. പുള്ളി ഒരു ഓസ്ട്രിയക്കാരനായിരുന്നു. അപ്പോൾ ആ കാലം മുതലേ ഇത് ഭയങ്കര ഒരു അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫീൽഡ് ഓഫ് എക്കണോമിക്സും ആയിരുന്നു ഒരു 1930s വരെയൊക്കെ. ഇതിൽ ഉം. വേറെയും കുറെ ഇൻട്രസ്റ്റിംഗ് ആൾക്കാരൊക്കെ ഉണ്ട്. ലുഡ്വിഗ് വോൺ മിസസ് എന്ന് പറഞ്ഞ ആളുണ്ട്. അതേപോലെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫ്രെഡറിക് ഹായക്ക് ഉണ്ട്. ഇവരൊക്കെ കൂടിയിട്ടാണ് ഇതിനെ ബിൽഡ് ചെയ്തിട്ട് ഒരു മേജർ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആയിട്ട് മാറ്റിയത്. ഇത് 1870s തുടങ്ങിയിട്ട് 1930s ഒക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് ഡിക്ലൈനിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1930s നമുക്കറിയാം ഒരു ഒരു ഡിപ്രഷൻ ലോകത്തെ മുഴുവൻ, എക്കണോമിക് ഡിപ്രഷൻ ലോകത്തെ മുഴുവൻ ബാധിക്കുന്നുണ്ട്. അതിനുശേഷം വേൾഡ് വാർ ഉണ്ടാവുന്നുണ്ട്, സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിപ്രഷനെയും വേൾഡ് വാറിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് പലരും റിലൈ ചെയ്തത് വേറൊരു ഫീൽഡ് ഓഫ് എക്കണോമിക്സിനെയാണ്. അതിനെ കെയ്ൻസിയൻ എക്കണോമിക്സ് എന്നാണ് പറയുക.
അത് കുറച്ചും കൂടി ഗവൺമെന്റ് കൂടുതൽ സ്പെൻഡ് ചെയ്യണം ഈ ഒരു മോശം കാലം കടക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു ഫീൽഡ് ഓഫ് എക്കണോമിക്സ് ആണ് കെയ്ൻസിയൻ ഫീൽഡ് ഓഫ് എക്കണോമിക്സ്. അത് ജോൺ മൈനാർഡ് കെയ്ൻസ് എന്ന് പറഞ്ഞ ഒരു എക്കണോമിസ്റ്റ് ആണ് അത് ലീഡ് ചെയ്തത്. പക്ഷേ ഈ ഓസ്ട്രിയൻ എക്കണോമിക്സിന്റെ ഐഡിയ അപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ഇത് പിന്നെയും ഒന്ന് റിസർജന്റ് ആയിട്ട് തിരിച്ചു വന്നത് ഹായക്കിന് നോബൽ പ്രൈസ് കിട്ടിയ സമയത്താണ്. 1974 ശേഷമൊക്കെയാണ് പിന്നെയും ഒന്നും കൂടി ഓസ്ട്രിയൻ എക്കണോമിക്സ് ഫേമസ് ആവുന്നതും കുറച്ചും കൂടി രാജ്യങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നതൊക്കെ. അപ്പൊ എന്താണ് ഈ ഓസ്ട്രിയൻ എക്കണോമിക്സിന്റെ കോർ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുകയാണെങ്കിൽ, പ്രധാനപ്പെട്ട ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസം. ഓരോ ആൾക്കാർക്കും അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു എക്കണോമിക് സിസ്റ്റം ആണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയ. ഇതിൽ ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് ആവശ്യമില്ല. ഓരോ ആൾക്കാരും അവരുടെ സെൽഫ് ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ഒരു ഓപ്പൺ ഫ്രീ ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ പ്രവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരവരുടെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് ഇപ്പൊ ഒരു പെൻ ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഏറ്റവും നല്ലോണം എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കാൻ പറ്റുക, ഏറ്റവും പൈസ കുറഞ്ഞിട്ടുള്ള പെൻ ഉണ്ടാക്കിയിട്ടാണോ, ഏറ്റവും ക്വാളിറ്റി കൂട്ടിയിട്ടുള്ള പെൻ ഉണ്ടാക്കിയിട്ടാണോ, അങ്ങനെ അയാൾ തന്നെ കേപ്പബിൾ ആണ് അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അയാൾ ഇൻഡിവിജ്വലി കേപ്പബിൾ ആണ്. അയാൾ സെൽഫ് ഉഹും. ഇൻട്രസ്റ്റഡ് ആയിട്ട് അയാളുടെ പ്രോഫിറ്റിന് വേണ്ടി നോക്കുമ്പോൾ ലോകം മുഴുവൻ വെൽഫെയർ ഉണ്ടാവുന്നു എന്നൊക്കെയുള്ള ഒരു ഐഡിയ ആണ് ഈ ഓസ്ട്രിയൻ എക്കണോമിക്സിന്റെ വളരെ ഒരു കോർ ആയിട്ടുള്ള ഒരു ഐഡിയ. അത് ഉം. ഇൻഡിവിജ്വലിസം ആണ്. വേറൊരു ഐഡിയ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് വാല്യൂ എന്നുള്ളതാണ്. അത്രയും കാലം ഉം. പൊതുവെ പല എക്കണോമിസ്റ്റുകളും ഇപ്പോൾ കാൾ മാർക്സ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ആഡം സ്മിത്ത് വരെ ഇതിന്റെ ഒരു പ്രൊപ്പോണന്റ് ആയിരുന്നു. ലേബർ ഉം. തിയറി ഓഫ് വാല്യൂ എന്ന് പറഞ്ഞൊരു ഐഡിയ ആയിരുന്നു. അതായത് ഓരോ സാധനത്തിന്റെയും പൈസ, ഓരോ സാധനമാണെങ്കിലും സർവീസ് ആണെങ്കിലും അതിന്റെ പൈസ എന്ന് പറയുന്നത് അതിൽ എത്ര അധികം ലേബർ ഇൻവോൾവ് ആണ്, ആ ലേബറിന് എത്ര പൈസ കൊടുക്കേണ്ടി വരും, അതിനനുസരിച്ചിട്ടാണ് ഓരോ പ്രൊഡക്റ്റിന്റെയും വാല്യൂ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അവർ വിചാരിച്ചിരുന്നത്. അതിന് ഉം. എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഓസ്ട്രിയൻ എക്കണോമിക്സിന്റെ ഈ സബ്ജക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞൊരു ഇത് വന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഡയമണ്ട് വാട്ടർ പാരഡോക്സ് എന്നൊക്കെ നമ്മൾ യൂഷ്വലി പറയാറുണ്ട്. ഉം. നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മളുടെ ജീവൻ സസ്റ്റെയിൻ ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള കാര്യം വെള്ളമാണ്. പക്ഷേ ഉം. നമ്മൾ വെള്ളത്തിന്റെ പ്രൈസ് പോലെയല്ല നമ്മളുടെ ഡയമണ്ടിന്റെ പ്രൈസ്. അപ്പൊ അത്രയും മനുഷ്യന് ആവശ്യമുള്ള അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് അത്രയും പൈസ കുറവാണ് ശരിക്കും. അപ്പോൾ എല്ലാത്തിന്റെയും വാല്യൂ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. വെള്ളം നമ്മൾക്ക് ഒരുപാട് ഉള്ള സാഹചര്യത്തിൽ ഒരു ബോട്ടിൽ ഓഫ് വെള്ളം കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവില്ല ആ ബോട്ടിൽ ഓഫ് ഉം. വെള്ളത്തിന്. അതേസമയം നമ്മളൊരു മരുഭൂമിയിൽ പെട്ട് കിടക്കുകയാണ്, 10 ദിവസമായിട്ട് വെള്ളമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല എന്നൊക്കെ വെച്ച് Yeah. കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു ഡയമണ്ട് കൊടുത്തിട്ടാണെങ്കിലും ആ ബോട്ടിൽ ഓഫ് വാട്ടർ വാങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഉം. സിറ്റുവേഷനിലുള്ള നമ്മളുടെ സാഹചര്യം അനുസരിച്ചിട്ട് ഓരോ മനുഷ്യനും ഡിഫറെന്റ് വാല്യൂ ആണ് പ്രൊഡക്ട്സിന് കാണുന്നത് എന്നുള്ള ഒരു ഐഡിയ ആണ് രണ്ടാമത്തെ ഒരു കോർ ഐഡിയ ആയിട്ട് പൊതുവെ പറയാറുള്ളത്. ഉം. ഇതൊക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ടാണ്, ഞാനിത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം നമ്മൾക്ക് വേണമെങ്കിൽ ഒരു എപ്പിസോഡ് ഓസ്ട്രിയൻ എക്കണോമിക്സിന് വേണ്ടി മാത്രം കൊടുക്കാൻ തോന്നുന്നുണ്ട്. സ്പെൻഡ് അത്രയധികം ചെയ്യാം. Yeah. അത്രയധികം ഡീപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറയുന്നത് ഈ ഒരു ഐഡിയ ആണ്. അതായത് എക്കണോമിക് സിസ്റ്റം ഇങ്ങനെ ആൾക്കാരുടെ ഇൻഡിവിജ്വൽ ചോയ്സസ് കൊണ്ടും സെൽഫ് ഇൻട്രസ്റ്റ് കൊണ്ടും ഒക്കെ ബിൽഡ് ആവുന്ന ഒരു സിസ്റ്റമാണ്. അത് ഭയങ്കര കോംപ്ലക്സ് ആണ്. പക്ഷെ ഓരോ ആൾക്കാരും അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഫ്രീ ആയിട്ടുള്ള ഒരു മാർക്കറ്റിലാണ് ഇൻവോൾവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നടന്നു പോകും. നമ്മളതിനെ സ്പോണ്ടേനിയസ് ഓർഡർ എന്നൊക്കെ വിളിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിൽ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ്. എല്ലാവരുടെയും സെൽഫ് ഇൻട്രസ്റ്റ് അലൈൻ ചെയ്യുന്ന സിസ്റ്റമാണ്. ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ മാർക്കറ്റ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നടന്നു പോകും എന്നൊക്കെയുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഐഡിയ. ഉം. ഹായൊക്കെ പിന്നെ ഇതിന്റെ കൂടെ കുറെ ബിൽഡ് ചെയ്ത ഐഡിയകളും ഉണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഐഡിയ ഡിസ്പേഴ്സ് നോളജ് എന്നൊക്കെയുള്ള ഒരു ഐഡിയ ആണ്. അത് നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇതാണ് ഓസ്ട്രിയൻ എക്കണോമിക്സിന്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട്. ആനന്ദ് കുറേ കാര്യങ്ങൾ ഓസ്ട്രിയൻ എക്കണോമിക്സിനെ പറ്റി പറഞ്ഞു. ഞങ്ങൾ ഓസ്ട്രിയൻ എക്കണോമിക്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന 1, 2 ആർട്ടിക്കിൾസും വീഡിയോസൊക്കെ ഞങ്ങൾ ഷോ നോട്ട്സിൽ ലിങ്ക് ചെയ്യാം. പക്ഷേ ഓസ്ട്രിയൻ എക്കണോമിക്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ഞങ്ങളിനി ഹയേക്കിന്റെ ഐഡിയാസ് സംസാരിക്കുമ്പോഴും ആ ഐഡിയാസും ഓസ്ട്രിയൻ എക്കണോമിക്സിന്റെ ഐഡിയാസൊക്കെ വളരെ സിമിലർ ഉം. ആണ്. റൈറ്റ്? അപ്പം ഇനി മുന്നോട്ടുള്ള ഐഡിയാസ് ഡിസ്കസ് ചെയ്യുമ്പോഴും ഓസ്ട്രിയൻ എക്കണോമിക്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. Yep. സോ, നമുക്കിനി ഹയേക്കിന്റെ 1, 2 ഐഡിയാസ് സംസാരിക്കാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. സോ, ആനന്ദിനെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ഹയേക്കിന്റെ ഫസ്റ്റ് ഐഡിയ എന്താണ്? ഇത് നമ്മൾ ആദ്യത്തെ നമ്മളുടെ പോഡ്കാസ്റ്റിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞൊരു ഒരു എസ്സേ ഉണ്ടായിരുന്നു. അത് ഹയക്കിന്റെ യൂസ് ഓഫ് നോളജ് ഇൻ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു എസ്സേ ആണ്. ഭയങ്കര ഒരു ഫിനോമിനൽ വേൾഡ് ചേഞ്ചിങ് എസ്സേ എന്നൊക്കെ വേണം നമുക്ക് പറയാൻ പറ്റും. അത് എക്കണോമിക് ഹിസ്റ്ററിനെ തന്നെ മാറ്റിമറിച്ചൊരു എസ്സേ ആണ്. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭയങ്കര അടിപൊളി എസ്സേ ആണ്. നിങ്ങൾ എല്ലാവരും കുറച്ച് വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ശ്രമിച്ചു നോക്കുക ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അതിന്റെ ലിങ്ക് എന്തായാലും ഷോ നോട്ട്സിൽ ഇടാം. അപ്പൊ അതിൽ ഉം. ഡിസ്കസ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് ഈ ഡിസ്പേഴ്സ് നോളജ് എന്ന് പറയുന്ന ഒരു ഐഡിയ. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു പെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറെ അധികം ആൾക്കാർ അവരുടെ നോളജ് അപ്ലൈ ചെയ്യണം. പെന്നിന്റെ പ്ലാസ്റ്റിക് വരുന്നത് ചിലപ്പോൾ വേറൊരു സ്ഥലത്തു നിന്നായിരിക്കും. അത് ഷിപ്പ് ചെയ്യുന്നത് ഉം. ലോറികളിലാക്കി പാക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഡിഫറെന്റ് ആൾക്കാരായിരിക്കാം.
അത് കടൽ വഴിയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അത് മാനുഫാക്ചർ ചെയ്യുന്നിടത്തേക്ക് എത്തുന്നത്. അതേപോലെ അതിന്റെ പെന്നിന്റെ ഗ്രിപ്പ് ഉണ്ടാക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിലായിരിക്കാം. അവിടുന്ന് ഇത് റബ്ബറായിട്ട് എടുത്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഗ്രിപ്പായി മാറ്റി ഇത് അയച്ചു കൊടുത്തിട്ടായിരിക്കാം അതിന്റെ മാനുഫാക്ചറിങ് നടക്കുന്നത്. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഒരുമിച്ച് വന്നാലാണ് ഒരു ചെറിയ പ്രൊഡക്റ്റ്, ഒരു പെന്നെങ്കിലും ഉണ്ടാകുന്നത്. ഉം. ഇതേപോലെ എക്കണോമിക് സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആണ് ഈ സിസ്റ്റം. ഇതില് ഒരു സെൻട്രൽ അതോറിറ്റിക്ക്, ഒരു പ്രൈം മിനിസ്റ്ററിനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു രാജാവിനാണെങ്കിലോ ഒരു ഡിക്റ്റേറ്ററിനാണെങ്കിലോ ഈ ഡിഫറെന്റ് ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരുടെയൊക്കെ സ്കില്ലുകൾ എന്തൊക്കെയാണ്, അവരുടെയൊക്കെ നോളജ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഈ നോളജ് Yeah. ഭയങ്കരമായിട്ട് സ്പ്രെഡ് ഔട്ട് ആയിട്ടാണ് ഉണ്ടാവുക. ഉം. ഇപ്പൊ ഒരു പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ആൾക്കാർക്കായിരിക്കും ഏറ്റവും നല്ലോണം അറിയാം ആ പ്ലാസ്റ്റിക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അത് എവിടെയാണ് ഉം. വിൽക്കേണ്ടത്, അത് പെൻ ഉണ്ടാക്കുന്നതാണോ നല്ലത്, ചിലപ്പോൾ ഒരു ഇലക്ട്രോണിക് കമ്പോണന്റ് ഉണ്ടാക്കുന്നതാണോ നല്ലത്, എന്താണ് കൂടുതൽ ലാഭം കിട്ടുക. ഇങ്ങനെയൊക്കെയുള്ള ഉം. നോളജ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഉം. ഇത് ഡിസ്പേഴ്സ്ഡ് ആയി കിടക്കുകയാണ്. ഇതാണ് ഈ ഒരു ഐഡിയയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കോർ. ഈ ഡിസ്പേഴ്സ് നോളജ് എന്ന് പറയുമ്പോൾ ഒരു ആൾക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു നോളജ് ഇല്ല. ഇത് ആർക്കും ഒരു സർവേ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ടോ ഒരുമിച്ച് ഗ്യാദർ ചെയ്തെടുക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഐഡിയ. ഇത് ഞാൻ വേറൊരു എക്സാമ്പിൾ ആയിട്ടും പറയാം. ഇപ്പൊ ഇന്ന് കൊച്ചിയിൽ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് ഒരു സെൻട്രൽ പ്ലാനർ തീരുമാനിക്കുകയാണെന്ന് വെച്ചോളൂ. അയാൾക്കത് ഉം. കൃത്യമായിട്ട് ഓരോ ഷോപ്പിലും എത്തിക്കാൻ പറ്റുമോ? ഇപ്പൊ ഒരു റേഷൻ ഷോപ്പോ അല്ലെങ്കിൽ ഒരു പലചരക്ക് ഷോപ്പോ എടുത്തു കഴിഞ്ഞാൽ ഇത്ര കിലോ അരി ഇന്ന് കൊച്ചിയിൽ വേണ്ടി വരും, ഇത്ര കിലോ ഗോതമ്പ് കൊച്ചിയിൽ വേണ്ടി വരും, ഇത്ര കിലോ ഉം. വെജിറ്റബിൾസ് കൊച്ചിയിൽ വേണ്ടി വരും. ഇതൊക്കെ ഉം. സെൻട്രലി ഇരുന്നിട്ട് പ്ലാൻ ചെയ്തിട്ടോ മനസ്സിലാക്കാനോ ഒന്നും പറ്റില്ല. ഇതൊക്കെ ഓരോ ഉം. ഷോപ്പ് കീപ്പേഴ്സിന്റെ നാക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ അയാളുടെ ബിസിനസ് ഐഡിയാസ് വെച്ചിട്ടോ അയാൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഈ ഉം. നോളജ് മാറിക്കൊണ്ടേ നിൽക്കുന്ന ഒരു സംഭവം കൂടിയാണെന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പോ ഉം. വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫാഷനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പല സോ കോൾ ജെൻസി കിഡുകളും കൊറിയൻ ഫാഷനൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ Yeah. 5 കൊല്ലം മുന്നേ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ആൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും ഇന്ന് ഒരു കൊറിയൻ ഡ്രസ് ആയിരിക്കും കൂടുതൽ ഡിമാൻഡിൽ ഉണ്ടാവുക എന്നൊക്കെയുള്ളത്. അത് ഇങ്ങനെ ഇവോൾവ് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഓരോ ദിവസവും ഫാഷൻ മാറും. നാളെ ചിലപ്പോൾ ജപ്പാന്റെ ഫാഷനാണ് ഇവിടെ ട്രെൻഡ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പ് കീപ്പർമാർ ജപ്പാന്റെ ഫാഷൻ സാധനങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ ഇത് ഉം. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു നോളജാണ്. ഇത് ഡിസ്പേഴ്സ്ഡ് ആയി കിടക്കുന്ന നോളജാണ്. ഇത് എല്ലാ ദിവസവും മാറുന്ന നോളജാണ്. ഇതൊന്നും ചിലപ്പോൾ ഒരു ഉം. സർവേയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പറയാൻ പറ്റണമെന്നില്ല. അടുത്ത 5 കൊല്ലത്തിൽ എന്തൊക്കെ ടെക്സ്റ്റൈൽ സാധനങ്ങളാണ് കൊച്ചിയിൽ സ്റ്റോക്ക് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ഓരോ ഉം. ദിവസം കൊച്ചിയിൽ എത്ര കിലോ അരി കൊണ്ടുവരണമെന്നോ ഒന്നും ഉം. പെട്ടെന്ന് ചിലപ്പോൾ ഒരു ഷോപ്പ് കീപ്പറിന് പറഞ്ഞുതരാൻ പറ്റണമെന്ന് വരികയില്ല. അപ്പോൾ ഉം. ഈ ഒരു ഐഡിയ ആണ് ഹായക്ക് ഡിസ്പേഴ്സ് നോളജ് എന്നുള്ള രീതിയിൽ യൂസ് ഓഫ് നോളജ് ഇൻ സൊസൈറ്റിയിൽ പ്രധാനമായിട്ട് പറയുന്നത്. എനിക്കിന്ന് ഈ ഐഡിയ പറഞ്ഞപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം തോന്നുമായിരുന്നു. അതായത് ഇപ്പം നമ്മൾ എന്ത് പ്രൊഡക്റ്റ് എടുത്താലും ഉം, നമ്മൾ ഇടയ്ക്കൊക്കെ പറയുമല്ലോ മെയ്ഡ് ഇൻ ചൈന പ്രൊഡക്റ്റുകൾ വാങ്ങരുത്. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് മാത്രം വാങ്ങണം. ഈ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഇല്ലല്ലോ. അതാണ് തമാശ റൈറ്റ്. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിലും ഇപ്പം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ലെക്സി പേന നമ്മളൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നേ പറഞ്ഞാൽ അപ്സരേൻ്റെ പെൻസിൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നേ പറഞ്ഞാലും അതിനെന്താ പല കമ്പോണൻസും പല സാധനങ്ങളും പല രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഉം, പക്ഷെ അതെല്ലാം പോട്ടെ ചിലപ്പോൾ ഡിസൈൻ ഐഡിയാസ് വരുന്ന പല രാജ്യത്തു നിന്നായിരിക്കും. അതിൻ്റെ മുകളിലടിക്കുന്ന കളറിൻ്റെ ഇങ്ക് വരുന്നത് പല രാജ്യങ്ങളിൽ നിന്നായിരിക്കും. സോ അങ്ങനെ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ചൈന എന്നും പറഞ്ഞ പ്രൊഡക്റ്റുകളൊന്നും ഇല്ല. റൈറ്റ്. ഉം, എല്ലായിടത്തും എല്ലാവരുടെയും ഉണ്ട്. അത് നമ്മൾ എക്കണോമിക്സിൽ അങ്ങനെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ സോഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിലും നമ്മുടെ ഐഡിയാസ് എല്ലാം നമ്മൾ കേൾക്കുന്ന മ്യൂസിക്, നമ്മളിടുന്ന ഡ്രസ്സ്, നമ്മൾ ഫോളോ ചെയ്യുന്ന കസ്റ്റംസ്, നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജ് ഇതെല്ലാം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ് വേറെ കൾച്ചേഴ്സിനും സാധനങ്ങളിൽ നിന്നൊക്കെ. അപ്പോൾ എൻ്റെ കൾച്ചർ ഇത്, നിന്റെ കൾച്ചർ വേറെയൊന്നും പറയുന്നതിലും ഒരർത്ഥവും ഇല്ല. റൈറ്റ്. സോ ഇതെല്ലാം ഡിസ്പേഴ്സ്ഡ് ആണ്. എല്ലാത്തിനകത്തും വാല്യൂ ഉണ്ട്. പണ്ട് ടാഗോറിന്റെ ഒരു ബുക്കിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ടാഗോറിന്റെ കോട്ടല്ല ഇത്. ടാഗോർ ആരെയോ കോട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. "എവരിത്തിങ് ഗുഡ് ഇൻ ഹ്യൂമാനിറ്റി ബിലോങ്സ് ടു മീ." എനിക്ക് ഉം, കറക്റ്റ് ആണെന്ന് പറഞ്ഞൂടാ ഈ കോട്ട്. ബട്ട് എവരിത്തിങ് ഗുഡ് ഇൻ ഹ്യൂമാനിറ്റി ബിലോങ്സ് ടു മീ എന്ന് ടാഗോർ പറഞ്ഞു. അപ്പോൾ അതുപോലെ ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് നല്ലതെല്ലാം അവിടുന്ന് ഇവിടുന്ന് എടുത്ത് എല്ലാം എടുത്തൊരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ്. ആസ് ഇൻ കൾച്ചർ, ആസ് ഇൻ നമ്മുടെ പ്രാക്ടീസസ്, ആസ് ഇൻ എക്കണോമിക്സ് നമ്മളങ്ങനെ ചെയ്യുകയാണ്. സോ അതാണ് ഡിസ്പേഴ്സ് നോളജിന്റെ ഐഡിയ. ഓക്കെ. ഉം. ആനന്ദിനെ ഇൻഫ്ലുവൻസ് ചെയ്ത രണ്ടാമത്തെ ഐഡിയ എന്താണ്? നമ്മൾ ഡിസ്പേഴ്സ് നോളജിൽ ഒരു വലിയൊരു പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ആർക്കും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള നോളജ് ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഈ നോളജ് ആൾക്കാർക്ക് മനസ്സിലായിട്ട് ഓരോ സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഈ നോളജ് ഉം. ആർക്കും ഇല്ല എന്ന് നമ്മൾ പറയുന്നു. ഇത് ഡിസ്പേഴ്സ്ഡ് ആയി കിടക്കുകയാണെന്ന് പറയുന്നു. ഒരാൾക്ക് എല്ലാ നോളജും എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. പക്ഷെ അപ്പൊ നമ്മൾ എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഒരു രാജ്യം മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്നൊക്കെയുള്ള ഒരു ചോദ്യമുണ്ട് ഈ നോളജ് ഇല്ലെങ്കിൽ. അപ്പൊ അതിന് ഹായക്ക് തന്നെ ഒരു ട്രിക്കോ ഒരു സൊല്യൂഷനോ ഒക്കെ തന്നിട്ടുണ്ട്. ആ സൊല്യൂഷൻ ആണ് പ്രൈസ് സിസ്റ്റം അല്ലെങ്കിൽ വിലയുടെ സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. ഉം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതും യൂസ് ഓഫ് നോളജ് ഇൻ സൊസൈറ്റി എന്ന് പറഞ്ഞ ഇതിൽ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഹായക്ക് പറയുന്ന ഒരു ഐഡിയ ആണ്. എങ്ങനെയാണ് പ്രൈസ് സിസ്റ്റം ഒരു സിഗ്നൽ ആവുന്നത്, ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആവുന്നത് എന്നുള്ളത്.
അപ്പൊ നമ്മൾ പറഞ്ഞു ഈ നോളഡ്ജ് എല്ലാവരുടെയും അവൈലബിൾ അല്ല, ഡിസ്പേഴ്സ്ഡ് ആയി കിടക്കുകയാണെന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് പ്രൈസ് സിസ്റ്റം ഇതിനൊരു ഇൻഫർമേഷൻ തരുന്നത് നമുക്ക് നോക്കാം. ഇത് ഉം. ഞാനൊരു നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം. നമ്മൾ കോവിഡിന്റെ സമയത്ത് മാസ്ക് ഉപയോഗിച്ചവരാണ് എല്ലാവരും. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, കോവിഡ് തുടങ്ങിയ കാലത്ത് മാസ്ക് ഒന്നും അത്ര കമ്പൾസറി ആയിരുന്നില്ല. ലേറ്റർ പോയിന്റ് ഓഫ് ടൈമിലാണ് ഇത് കമ്പൾസറി ആക്കി മാറ്റിയത്. അപ്പൊ പെട്ടെന്ന് ഇത് കമ്പൾസറി ആക്കിയ സമയത്ത് ഈ മാസ്കിന്റെ വില പെട്ടെന്ന് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഉം. അത്രയും ഉം. കാലം നമ്മൾ ആരും മാസ്ക് ഉപയോഗിക്കുന്നവരല്ല പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊന്നും. അപ്പൊ ആരും മാസ്ക് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഐഡിയ വരെ ആരും വിചാരിച്ചിരുന്നില്ല. അപ്പോ ഉം. ആ ഒരു സമയത്ത് പെട്ടെന്ന് മാസ്ക് ഇങ്ങനെ മാൻഡറ്ററി ആക്കിയപ്പോ എവിടെയും മാസ്ക് അവൈലബിൾ അല്ല, ആരും മാസ്ക് ഉണ്ടാക്കുന്നില്ല. അപ്പൊ Yeah. പെട്ടെന്ന് കുറെ ആൾക്കാർ ഇതിന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. സ്ഥിരമായിട്ട് പുറത്തേക്ക് പോകുന്നവർ എന്ത് വില കൊടുത്തിട്ട് മാസ്ക് വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അപ്പൊ ഉം. അതിനനുസരിച്ച് മാസ്കിന് 500 രൂപയും 1000 രൂപയൊക്കെ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ പ്രൈസ് ഒരു സിഗ്നലിംഗ് മെക്കാനിസം ആണ്. ഞാനൊരു ഉം. ടെക്സ്റ്റൈൽ കമ്പനി നടത്തുന്ന ആളാണെങ്കിലോ, ഞാനൊരു തയ്യൽക്കാരനാണെങ്കിലോ കൂടി എനിക്ക് കോവിഡിന്റെ കഥ അറിയണ്ട, എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് മാസ്കിന് ഡിമാൻഡ് കൂടുന്നതെന്ന് അറിയണ്ട. എനിക്ക് മാസ്കിന്റെ വില മാത്രം നോക്കിയാൽ മതി. ആ വില കൂടുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇൻസെന്റീവ് ആണ്, അല്ലെങ്കിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചിലപ്പോൾ സാരി ഉണ്ടാക്കുന്നതിനെ കൊണ്ടോ ഷർട്ട് ഉണ്ടാക്കുന്നതിനെ കൊണ്ടോ ഒക്കെ അതിനേക്കാളൊക്കെ കൂടുതൽ ലാഭം ചിലപ്പോൾ മാസ്ക് ഉണ്ടാക്കിയാൽ ഉണ്ടാക്കുന്നുണ്ടാവും, മാസ്കിന് പെട്ടെന്ന് പൈസ കൂടിയതുകൊണ്ട്. ഉം. ഇപ്പൊ ഞാനൊരു തയ്യൽക്കാരനാണെങ്കിലോ, ഞാനൊരു ടെക്സ്റ്റൈൽ കമ്പനി ഉടമയാണെങ്കിലോ, ഞാൻ വിചാരിക്കുന്നത് എന്റെ തുണീനെ കൊണ്ട് ഞാൻ കുറെ മാസ്ക് ഉണ്ടാക്കിയാൽ പോരെ, അത് നല്ല ലാഭകരമല്ലേ എന്നുള്ളതാണ്. അപ്പോ Yeah. ഓട്ടോമാറ്റിക്കലി മാസ്കിന്റെ ഡിമാൻഡ് ഇവിടെ മീറ്റ് ആയി പോവുകയാണ് പ്രൈസ് സിസ്റ്റം കൊണ്ട്. ഉം. ആൾക്കാർക്ക് ഈ നോളജ് മനസ്സിലാവുന്നത് അപ്പൊ ഈ പ്രൈസ് സിസ്റ്റം വഴിയാണ്. പ്രൈസ് കൂടുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ആ സാധനത്തിന് എന്തുകൊണ്ടോ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഉം. സപ്ലൈ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല, എല്ലാവരുടെ അടുത്തും ആ സാധനം എത്തുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇങ്ങനെയാണ് ഒരു പ്രൈസ് സിസ്റ്റം ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആവുന്നത്. ഹയക്ക് ആ ഒരു എസ്സേയിൽ പറയുന്നത് ഒരു ടിൻ ഫാക്ടറിയുടെ എക്സാമ്പിൾ ആണ്. ഉം. അതായത് ടിന്നിന് പെട്ടെന്ന് പ്രൊഡക്ഷൻ ഒക്കെ കുറയുകയാണ്, അത്രയധികം ടിൻ ഉണ്ടാവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിന്നിന്റെ പ്രൈസ് കൂടുമല്ലോ. അപ്പോൾ അത് ഉം. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ ടിൻ അധികം ഉപയോഗിക്കാതെ തുടങ്ങും, ടിൻ ക്യാനുകൾ അധികം ഉപയോഗിക്കാതെ തുടങ്ങും, അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യുന്നത് കുറക്കും. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ടിൻ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി അതിന്റെ യൂസ് കുറയുകയും അതിന്റെ പ്രൈസ് കുറയുകയും ചെയ്യും എന്നൊക്കെ ഉള്ളതാണ് ഹായക്ക് പറയുന്നത് ആ രസയിൽ. ഉം. ഉം. അപ്പൊ പ്രൈസ് സിസ്റ്റം നമ്മൾക്ക് ഒന്ന് ഇങ്ങനത്തെ കൂടുതൽ പ്രൊഡക്റ്റുകൾ, ഇപ്പൊ മാസ്ക് ഞാൻ കൂടുതൽ ഉണ്ടാക്കാൻ തുടങ്ങിയത് പ്രൈസ് സിസ്റ്റം ഒരു നോളജ് സിസ്റ്റമായി മാറുന്നതുകൊണ്ടാണ്, എനിക്ക് ആ ഉം. ഇൻഫർമേഷൻ കിട്ടുന്നതുകൊണ്ടാണ്. അറ്റ് ദ സെയിം ഉം. ടൈം കൺസ്യൂമേഴ്സിന്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മാസ്കിന് പെട്ടെന്ന് വില കൂടുകയാണ്. അപ്പൊ ഞാൻ ഉം. വിചാരിക്കും ഇപ്പൊ ഇനി മാസ്ക് വാങ്ങേണ്ട ആവശ്യമില്ല, ഞാൻ അധികം പുറത്തേക്ക് പോകാത്ത ഒരാളൊക്കെ ആണെങ്കിൽ എന്തിനാണ് ഇത്ര ഉം. പൈസ കൊടുത്ത് മാസ്ക് വാങ്ങേണ്ടതെന്നൊക്കെ വിചാരിക്കും, വീട്ടിലിരുന്നാൽ പോലെ എന്ന് വിചാരിക്കും. അതേപോലെ ഇപ്പൊ ടിന്നിന്റെ പൈസ പെട്ടെന്ന് കൂടുകയാണെങ്കിൽ ഞാൻ ടിൻ പ്രൊഡക്ട്സ് ഒക്കെ കുറക്കാൻ നോക്കും. അപ്പൊ നമ്മൾ ഉം. ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, എക്കണോമൈസ് ചെയ്യുകയാണ്, നമ്മൾ ഉപയോഗം കുറക്കുകയാണ്. ഉം. ഇങ്ങനത്തെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം പ്രൈസ് സിസ്റ്റം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പ്രൈസ് സിസ്റ്റം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിന്റെ ഉള്ളിൽ കുറെ അധികം ഇൻഫർമേഷൻ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹായക്ക് പറയുന്നത്. അപ്പൊ ഈ ഉം. ഡിസ്പേഴ്സ്ഡ് ആയി കിടക്കുന്ന നോളജ്, കുറെ ആൾക്കാരുടെ ഇടയിൽ ഡിസ്പേഴ്സ്ഡ് ആയി കിടക്കുന്ന ഈ നോളജ് നമുക്ക് പ്രൈസ് സിസ്റ്റം നോക്കിയാൽ തന്നെ കുറെ അധികം മനസ്സിലാവും എന്നുള്ളതാണ് ഹായക്ക് പറയുന്നത്. ഇതിൽ പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇടപെടുമ്പോഴാണ്. കാരണം ഗവൺമെന്റ് പെട്ടെന്ന് മാസ്കിന്റെ വില കുറച്ചു, മാസ്കിന്റെ വില കൂട്ടി, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രൈസ് ഇൻഫർമേഷൻ ആവാതെ ആവും. കാരണം ഉം. അത് കൃത്യമായിട്ട് റിഫ്ലക്ട് ചെയ്യില്ല ആൾക്കാരുടെ ഡിമാൻഡോ എത്ര സപ്ലൈ ഉണ്ട് എന്നുള്ളതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അപ്പോൾ ഒരു ഉം. ഫ്രീ ആൻഡ് ഓപ്പൺ മാർക്കറ്റ് ആണെങ്കിൽ പ്രൈസ് എപ്പോഴും ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ളതാണ്. ഗ്രേറ്റ്. യാ. സോ, നീ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ നമ്മുടെ ഒരു പേനയുടെ കേസിനകത്ത് പലരും പല രാജ്യങ്ങളിൽ നിന്നൊരു പേന ഇങ്ങോട്ട് വരാൻ കാരണം അവരാ പ്രൈസ് നോക്കിയിട്ടാണ്. ഓക്കെ, ഇന്ത്യയിൽ പേനയ്ക്ക് ആവശ്യമുണ്ടെന്ന് ആരും അവരെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടല്ല. പ്രൈസ് നോക്കിയിട്ടാണ് അവരത് മനസ്സിലാക്കുന്നത്. അതുപോലെ ആ പേന നമ്മുടെ അടുത്തോട്ട് എത്തുന്നതും അപ്പോൾ ആരും സെൻട്രലി ഇതൊന്നും പ്ലാൻ ചെയ്യുന്നതല്ല. പക്ഷെ അതെ, പ്രൈസിന്റെ ഇൻഫർമേഷൻ ഓരോരുത്തരുടെ അടുത്തോട്ട് എത്തുമ്പോൾ ആ ഇൻഫർമേഷനോട് റെസ്പോണ്ട് ചെയ്താണ് ഈ കോർഡിനേഷൻ മുഴുവൻ നടക്കുന്നത്. ആൻഡ് അതെ. ഈ കോർഡിനേഷൻ മുഴുവൻ മെസ്റ്റപ്പ് ആവാൻ ഈ പ്രൈസ് സിസ്റ്റത്തെ നമ്മൾ മെസ്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോർഡിനേഷൻ മുഴുവൻ മെസ്സപ്പായി പോകും എന്നുള്ളതാണ് ഐഡിയ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എനിക്കിതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഇംപ്ലിക്കേഷൻ തോന്നിയത്, ഈ പ്രൈസ് സിസ്റ്റം പലപ്പോഴും മെസ്സപ്പായി പോകുന്നത് അല്ലെങ്കിൽ നശിച്ചു പോകുന്നത് യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോഴാണ് പൊതുവെ, അല്ലേ? ഉം. ഇപ്പം പെട്ടെന്ന് ഇറാനിൽ യുദ്ധം നടക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവർ ബാൻ നടത്തുന്നു. ഇന്ന രാജ്യത്ത് ഇന്ന സാധനം വരാൻ പാടില്ല, അങ്ങനെ ബാൻസ് കടത്തുന്നു. അങ്ങനെ പല രീതിയിൽ പ്രശ്നങ്ങൾ നടക്കുന്നു. യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ സംഭവിക്കാറുണ്ട്. അപ്പം പല കൺട്രീസും തമ്മിലുള്ള ഇൻഫർമേഷൻ, ഇപ്പം ഇന്ത്യയിലുള്ള പല ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് നടക്കണമെങ്കിൽ ചൈനയിൽ നിന്നുള്ള സെമി കണ്ടക്ടേഴ്സ് വരണം. അതെ. വേറെ വഴിയില്ല, റൈറ്റ്? അങ്ങനെ ഞാൻ പറഞ്ഞത് പ്രൈസ് മെക്കാനിസത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് യുദ്ധം. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ ഇങ്ങനൊരു
ആ ഒരു എക്സ്ചേഞ്ച് ഓഫ് ഈ സാധനങ്ങൾ നടക്കത്തില്ല. ഉം. അതുകൊണ്ട് ഈ പ്രൈസ് സിസ്റ്റം മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കൺട്രീസ് ശ്രമിക്കുവാണെങ്കിൽ, ഉം. അല്ലെങ്കിൽ ഇപ്പോൾ പലപ്പോഴും ശ്രമിക്കുന്നത് കൊണ്ടാണ് പല കൺട്രീസും തമ്മിലുള്ള യുദ്ധങ്ങൾ തന്നെ നടക്കാതിരിക്കുന്ന ഒരു കാരണം. അപ്പോൾ ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ ട്രേഡ് കൺട്രീസ് തമ്മിൽ ഉണ്ടാവുക, മാർക്കറ്റ്സിലെ പ്രൈസസ് നമ്മളെ അഫക്റ്റ് ചെയ്യാതെ തൊടാതെ വെക്കുക, ബാനുകളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുവരാതെ വെക്കുകയാണെങ്കിൽ പലപ്പോഴും പ്രൈസസും പ്രൊഡക്ട്സിൻ്റെ ഫ്ലോയും പ്രൊഡക്ഷനും സഫിഷ്യൻസി എല്ലാം വളരെ ഓട്ടോമാറ്റിക്കലി നല്ല നന്നായി നടക്കും. കഴിഞ്ഞൊരു 100 കൊല്ലത്തിൽ അത് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് മുമ്പത്തെ വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ. സോ, അപ്പം ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ലോകം മുഴുവൻ കൊണ്ടുവരാൻ പ്രൈസ് സിസ്റ്റത്തിന് വലിയൊരു റോൾ ഉണ്ടെന്നും ഉം. കൂടിയാണ് എൻ്റെ ഒരു അഭിപ്രായം. റൈറ്റ്. സോ ഹയക്ക് പണ്ട് വേൾഡ് വാറിൽ പങ്കെടുത്തപ്പോൾ യുദ്ധം വേണ്ട, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാമെന്ന് അദ്ദേഹം ചിന്തിച്ചതിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുതാണെന്ന് എനിക്ക് തോന്നുന്നു. സോനൽ, അപ്പോ എന്താണ് വേറെ കുറച്ച് ഐഡിയാസ് ഹായക്കിന്റെ അടുത്തുനിന്ന് വന്നത് സോനലിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്? ഓക്കെ. അപ്പം ആദ്യത്തെ ഐഡിയ എനിക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹമുള്ളത്, ലോയും ലെജിസ്ലേഷനും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റി ഹയക്ക് സംസാരിക്കുന്നുണ്ട്. ലോയും ഉണ്ട്, ലെജിസ്ലേഷനും ഉണ്ട്. അപ്പം ഹയക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഐഡിയ നമ്മുടെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഐഡിയ, മനുഷ്യർക്കുള്ളൊരു ഗ്രേറ്റസ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞത് വന്നിട്ടുള്ളത് ആഡം സ്മിത്തിന്റെ അടുത്തും ഡേവിഡ് ഹ്യൂമിന്റെ അടുത്തും സ്കോട്ടിഷ് ഫിലോസഫേഴ്സ് അവരുടെ അടുത്ത് വന്നൊരു ഐഡിയ ആയിട്ടാണ് ഹയക്ക് പറയുന്നത്. ആ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആസ് എ സൊസൈറ്റി, നമ്മളൊരു സമൂഹം എന്ന നിലയിൽ പലപ്പോഴും നമ്മുടെ അടുത്തോട്ട് നമ്മളൊന്നും ചെയ്തതുകൊണ്ടല്ല, നമ്മുടെ ഒരു ഡിസൈൻ കൊണ്ടല്ല, നമ്മളൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതുകൊണ്ടല്ല, പക്ഷെ കുറേ ആൾക്കാർ എന്തൊക്കെയൊക്കെയോ ചെയ്തതുകൊണ്ട് നമ്മുടെ അടുത്ത് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരാറുണ്ട്, അല്ലെങ്കിൽ കുറേ റൂൾസ് വരാറുണ്ട്. ഉം. ഈ റൂൾസിനെയാണ് ഹയക്ക് ലോ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ആരും ഇരുന്ന് തീരുമാനിച്ചതല്ല ഇങ്ങനെ 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 സാധനം വേണം. പക്ഷെ ആരൊക്കെയൊക്കെയോ എന്തൊക്കെയോ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുത്ത് ഇതെല്ലാം ഇവോൾവ് ആയി കുറേ സാധനങ്ങൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ടുണ്ട്, കുറേ സിസ്റ്റംസ് വന്നിട്ടുണ്ട്. ഇതിനെയാണ് ഹയക്ക് ലോ എന്ന് വിളിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ലാംഗ്വേജ് ഒരു എക്സാമ്പിളാണ്. റൈറ്റ്. നമ്മൾ ആരും ഇരുന്നിട്ട് മലയാളം ഇങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് ആരും എഴുതിയൊന്നും വെച്ചിട്ടില്ല. അതുപോലെ 50 വർഷം മുമ്പ് സംസാരിച്ച പോലെയല്ല മലയാളം ഇപ്പോൾ സംസാരിക്കുന്നത്. റൈറ്റ്. അല്ലെങ്കിൽ 100 വർഷം മുമ്പ് പോലെയല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. ചെറിയ ചേഞ്ചസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം നാളെ ഒരാൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പിണറായി വിജയൻ പറഞ്ഞു, അല്ലെങ്കിൽ വി ഡി സതീശൻ പറഞ്ഞു, വാതിൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തലകുത്തി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉം. വിചാരിക്കും ഇയാൾക്ക് വട്ടാണെന്ന് വിചാരിക്കും. റൈറ്റ്. ഉം. അല്ലെങ്കിൽ ഒരു ഡിക്ഷണറിനകത്ത് വാതിൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തലകുത്തി നിൽക്കുക എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഡിക്ഷണറി എടുത്ത് കളയും, വേറെ ഡിക്ഷണറി വാങ്ങും. അപ്പോൾ ഈ ലാംഗ്വേജ് എന്നൊരു സാധനം ആരും ഇരുന്ന് ഉണ്ടാക്കിയതല്ല, ആർക്കും അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നൊരു സാധനമല്ല. ഇത് മെല്ലെ ഇവോൾവ് ആയി വന്നൊരു സിസ്റ്റമാണ്. ഉം. അതിനാണ് ലോ എന്ന് വിളിക്കുന്നത്. റൈറ്റ്. അപ്പം അങ്ങനെ പല സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോംസ്, പല കാര്യങ്ങളും നമുക്കിങ്ങനെ ഇവോൾവ് ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എടുത്തു നിൽക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് എപ്പോഴും എൻകൗണ്ടർ ചെയ്യുന്നത്, ഞാൻ വയനാട്ടിലോട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും കോഴിക്കോട് ഇറങ്ങി ട്രെയിനിൽ നിന്ന് വയനാട്ടിൽ ബസ്സിൽ കയറണം. അവിടെ ബസ്സിൽ കയറുമ്പോൾ എപ്പോഴും അടിയാണ് ബസ്സിൽ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. റൈറ്റ്. ഉം. എസ്പെഷ്യലി വീക്കെൻഡ് ഒക്കെ ആണെങ്കിൽ. അപ്പം നമ്മളൊരു KSRTC കയറുന്ന സമയത്ത് ഭയങ്കര തിരക്കാണ്, നമ്മൾ സീറ്റ് തപ്പി നടക്കുകയാണ്. അപ്പോൾ ഒരു സീറ്റ് കാലിയായിട്ടിരിപ്പുണ്ട്, പക്ഷേ ആ സീറ്റിൽ ആരെങ്കിലും ഒരു ബാഗ് വെച്ചിട്ടുണ്ട്. ഉം. അപ്പം നമ്മൾ പൊതുവേ ആ ബാഗ് വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ അവിടെ കയറി ഇരിക്കത്തില്ല. ഉം. അങ്ങനെ നിയമമൊന്നുമില്ല, ബാഗ് അവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് അയാളുടെ സീറ്റാണ്, ഉം. അല്ലെങ്കിൽ ബാഗ് മാറ്റാൻ പറ്റില്ല, നിയമമൊന്നും ആരും എഴുതി വെച്ചിട്ടില്ലെങ്കിലും അത് നമ്മൾ എടുത്ത് മാറ്റി അവിടെ നിൽക്കാറില്ല. അത് അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ സീറ്റ് ഓക്യുപ്പൈഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ ഇതൊരു ലോയിൻ്റെ എക്സാമ്പിളാണ്, ഒരു സോഷ്യൽ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ്. ആരെയും കൊല്ലരുത് എന്നുള്ള സംഭവം ശരിയാണ്, പലപ്പോഴും അത് എഴുതി വെച്ചൊരു ഐഡിയ ആണ്. പക്ഷേ എഴുതി വെച്ചാലും ഇല്ലെങ്കിലും ജനറലി നമ്മളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു സാധനമാണത്. ഉം. അപ്പം ഇങ്ങനെ പല ലോസും ഹിസ്റ്റോറിക്കലി ജനറേഷൻസായി കൈമാറപ്പെട്ട സാധനമാണ്. പലതും റിലീജിയസ്ലി സോഷ്യലി ഒക്കെ ഇവോൾവ് ആയി വന്ന സാധനമാണ്. പലത് റിലീജിയസ് കസ്റ്റംസ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റംസും അങ്ങനെ സാധനങ്ങളിൽ നിന്ന് വന്നത്. പല നമ്മുടെ ജനറ്റിക്കൽ മേക്കപ്പ്, എവല്യൂഷണറി റീസൺസ് ഒക്കെ കാരണം ഇവോൾവ് ആയി വന്നതാണ്. ഇതിനെയാണ് ലോ എന്ന് പറയുന്നത്. അതേസമയം ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന സാധനങ്ങളെയാണ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. റൈറ്റ്. ഉം. അപ്പം പെട്ടെന്നിരുന്ന് ഗവൺമെൻറ് ഉണ്ടാക്കി ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഗവൺമെൻറ് പറയുകയാണെങ്കിൽ അതിനെയാണ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, എനിക്ക് തോന്നുന്നു 2017 ആണെന്ന് തോന്നുന്നു, 17 ഗവൺമെൻറ് നമ്മുടെ സെക്ഷൻ 377 നമ്മുടെ ഇതിനകത്തുണ്ടായിരുന്നത്, IPC ഉണ്ടായിരുന്നത് എടുത്തു കളഞ്ഞു. ആ 377 പറഞ്ഞിരുന്നത് ഹോമോസെക്ഷൽ ആയിട്ടുള്ള സെക്സ് അത് ക്രിമിനലൈസ്ഡ് ആക്കുക എന്നുള്ളതായിരുന്നു സെക്ഷൻ 377 കളഞ്ഞത്. അതിനെ ഡീക്രിമിനലൈസ് ചെയ്തു ഗവൺമെൻറ്. ഉം. സോ ഇതൊരു ലെജിസ്ലേഷൻ്റെ എക്സാമ്പിളാണ്, അതിൻ്റെ ക്രിമിനലൈസ് ചെയ്യുക, ഇങ്ങനെ ഒരു ആക്ടിനെ ക്രിമിനലൈസ് ചെയ്യുക എന്നുള്ളത്. ഇത് കൊളോണിയൽ സമയത്ത് വന്നൊരു റൂളാണ്, ഈ ഹോമോസെക്ഷുവാലിറ്റിനെ ക്രിമിനലൈസ് ചെയ്യുക എന്നുള്ളത്. ആ റൂള് വന്നത് മുതൽ 2017 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസെൻഷ്വലായിട്ട് 2 ഹോമോസെക്ഷൽ അഡൽട്സ് സെക്സിൽ ഏർപ്പെട്ടതിനെ ആരും അതിനെതിരെ ഒരു കേസൊന്നും കോടതിയിൽ പോയതായിട്ട് നമ്മൾ കാണുന്നില്ല. അതിനെതിരെ ഉം. കേസുകളൊന്നുമില്ല. ഉം. ഇതിന് ഹോമോസെക്ഷൽ ആയിട്ടുള്ള അബ്യൂസുകൾ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ കേസുകൾ വന്നിട്ടുള്ളൂ. റൈറ്റ്. ഉം. അപ്പം കൺസെൻഷ്വലായിട്ട് പ്രൈവറ്റ് സ്പേസുകളിൽ ആൾക്കാർ എന്ത് ചെയ്യണം ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നതിനെ പറ്റി അതൊരു ഒരു ഒരു അതിനെപ്പറ്റി ഗവൺമെൻറ് ഒരു ലോ ഉണ്ടാക്കുന്നുള്ള പെട്ടെന്നൊരു ലെജിസ്ലേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. റൈറ്റ്. ഉം. ആൾക്കാർ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ഒരു പരിധി വരെ ഇടപെടേണ്ട എന്നുള്ളൊരു സോഷ്യൽ കസ്റ്റം ഉള്ളതുകൊണ്ടാണ് ആ ഡീക്രിമിനലൈസേഷൻ ഗവൺമെൻറ്
ഉണ്ടാക്കിയ ഒരു ലെജിസ്ലേഷൻ ആയിട്ടും അതിനെതിരെ ഒന്നും കേസുകളൊന്നും കോടതിയിൽ വരാതിരുന്നത്. ഉം. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നേരത്തെ അതിനെതിരെ കേസ് വല്ലതും കോടതി വന്നിരുന്നുണ്ടെങ്കിൽ സെക്ഷൻ 377 നേരത്തെ ഒരുപക്ഷെ ഡീക്രിമിനലൈസ് ചെയ്യപ്പെട്ടാനെ. പക്ഷെ അങ്ങനെ ലോയും ലെജിസ്ലേഷനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഉം. എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് നോക്കുമ്പോൾ നമ്മള് നാച്ചുറലി റെസ്പെക്ട് ചെയ്യുന്ന പല ലോസും, റൈറ്റ്? നമ്മളിപ്പം ഒരു സീറ്റിനകത്ത് നിന്ന് ബാഗ് എടുത്ത് മാറ്റി അവിടെ ഇരിക്കാതിരിക്കുക, ആരെയും കൊല്ലാതിരിക്കുക, മറ്റുള്ളവരോട് മാന്യമായി പെരുമാറുക, അങ്ങനെ കുറെ നമ്മൾ ഫോളോ ചെയ്യുന്ന കസ്റ്റംസും സോഷ്യലി വരുന്ന കാര്യങ്ങളും ഇവോൾവ് ചെയ്ത് വരുന്ന സംഭവങ്ങളും ലാംഗ്വേജ്, ഇതൊന്നും ആരും അവരുടെ ഡിസൈൻ വഴി ഉണ്ടാക്കിയതല്ല. ഇതൊക്കെ പല ഡിസ്പേഴ്സ്ഡ് ആയ ഹ്യൂമൻ ആക്ഷൻസിന്ന് ഇവോൾവ് ആയി വന്ന സാധനമാണ് ലോസ് ഉം. എന്നുള്ളത്. അത് ഉം. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, റൈറ്റ്? ഉം. അപ്പം അങ്ങനെ ഡിസ്പേഴ്സ്ഡ് ആയ സാധനങ്ങൾ ഇവോൾവ് ചെയ്യാനും അത് സോൾഡിഫൈ ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുന്നത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം. ഉം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോ ഇവോൾവ് ചെയ്ത് വന്നതുപോലെ നമുക്ക് അതിനോട് തോന്നിയ ഒരു റെസ്പെക്ട് പോലെ അല്ലെങ്കിൽ ഒരു ഇൻഗ്രെയിൻഡ് വാല്യൂ പോലെ അല്ല ലെജിസ്ലേഷൻ എന്നുള്ളത്. ഉം. ലെജിസ്ലേഷൻ ഗവൺമെന്റ് നമ്മളെപ്പോലുള്ള മനുഷ്യർ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതിന് നമ്മൾ ലോയ്ക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് പലപ്പോഴും കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം ലോ നമ്മളെപ്പോലുള്ള ഫാലിബിൾ ആയിട്ടുള്ള മിസ്റ്റേക്സ് വരുത്താൻ സാധ്യതയുള്ള കുറച്ച് ഇൻഡിവിജ്വൽസിന് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അവരുടെ ഇന്റലിജൻസ് ഉണ്ടാക്കിയതാണ്. ഹിസ്റ്റോറിക്കലി ഇവോൾവ് ചെയ്തും പല ഏറ്റക്കുറച്ചിലുകളും കറക്ഷനുകളിൽ നിന്നൊന്നും ഇവോൾവ് ചെയ്ത് വന്ന സാധനമല്ല ലെജിസ്ലേഷൻ എന്നുള്ളത്. അപ്പോൾ ലെജിസ്ലേഷൻ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം, അതിന് ചോദ്യം ചെയ്യണം. ലെജിസ്ലേഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചുണ്ടാക്കണം. അതിൻ്റെ കോൺസിക്വൻസുള്ള ഇംപ്ലിക്കേഷനെ പറ്റി നമ്മൾ അവെയർ ആയിരിക്കണം. അതാണ് അതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ്. സോ ഈ ലോയും ലെജിസ്ലേഷനും സെപ്പറേറ്റ് ചെയ്യാൻ എപ്പോഴും നല്ലതാണെന്നാണ് ഹയേക്കിൻ്റെ ഒരു ഐഡിയ, എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊരു ഐഡിയ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആണ്. അപ്പൊ സോനിൽ പറഞ്ഞ ഒരു ലോവിന്റെയും ലെജിസ്ലേഷന്റെയും കാര്യമുണ്ടല്ലോ. അപ്പോ ലോ കുറച്ചും കൂടി കുറെ ആൾക്കാർ പ്ലാൻ ചെയ്യാതെ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഡിസ്പേഴ്സ് നോളജ് കൊണ്ട് ഇവോൾവ് ആയി വന്ന ഒരു സിസ്റ്റമാണ് എന്ന് പറഞ്ഞു. ലെജിസ്ലേഷൻ കുറച്ചും കൂടി ചാലഞ്ച് ചെയ്യപ്പെടേണ്ടതും കുറച്ച് പേര് ഉണ്ടാക്കിയതുമാണെന്നും പറഞ്ഞു. അപ്പോൾ ലോ കുറച്ചും കൂടി നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇങ്ങനെ ഇവോൾവ് ആയി വന്ന സംഭവങ്ങൾ കുറച്ചും കൂടി നല്ലതാണ്? കാരണം എനിക്ക് ഇമ്മീഡിയറ്റ്ലി തോന്നുന്നത് സതി പോലത്തത് ഒരു ലോ ആയിരുന്നിരിക്കാം. കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും ഒരു ലോ ആയിരുന്നിരിക്കാം. ഇതൊക്കെ നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതങ്ങനെ ഒരു ഗുഡ് ഓർ ബാഡ് അല്ലെങ്കിൽ ഗുഡ് വേഴ്സസ് ബാഡ് എന്നുള്ള രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? ഗുഡ് ക്വസ്റ്റ്യൻ, റൈറ്റ്? എനിക്ക് തോന്നുന്നു ഹയേക്കിനോടും ആരെങ്കിലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും. ഉം. അതുകൊണ്ടാണ് ഹയേക്ക് വൈ ഐ എം നോട്ട് എ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞൊരു ഉം. എസ്സേ എഴുതിയത്. അപ്പം അതാണ് എനിക്ക് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ള ഐഡിയ. ഉം. അതിനകത്ത് കൺസർവേറ്റിസവും ലിബറലിസവും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി ഹയേക്ക് സംസാരിക്കുന്നതാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത വേറൊരു ഐഡിയ. അപ്പോൾ ഹയേക്കിനെ തന്നെ ഒരു ലിബറൽ അല്ലെങ്കിൽ ലിബർട്ടേറിയൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയായിരുന്നു ഹയേക്കിനെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നത്, റൈറ്റ്? ഉം. അപ്പം ഒരു സൈഡിൽ ലിബറൽ ഐഡിയാസ് ഉണ്ട്, വേറൊരു സൈഡിൽ കൺസർവേറ്റീവ് ഐഡിയാസ് ഉണ്ട്. അപ്പം ആനന്ദ് ഇപ്പം പറഞ്ഞ കാര്യം, ഇവോൾവ് ചെയ്ത് വന്ന എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ ലോ എപ്പോഴും നല്ലതാണോ എന്നൊരു ചോദ്യമാണ് ഇതിൻ്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ചോദ്യം, റൈറ്റ്? ഉം. സോ കൺസർവേറ്റിസം പൊതുവെ പറയുന്നത് ഇവോൾവ് ചെയ്ത് വന്ന സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ പ്രാക്ടീസസ്, റിച്വൽസ്, നോംസ്, ഇതെല്ലാം നല്ലതാണ് അല്ലെങ്കിൽ നല്ലതാവാനാണ് സാധ്യത എന്നാണ് കൺസർവേറ്റിസം പറയുന്നത്. ഇതിനെയൊക്കെ നമ്മൾ കൺസർവ് ചെയ്യണം എന്നുള്ളതാണല്ലോ ഉം. ഐഡിയ. ഉം. അല്ലെങ്കിൽ പുതുതായിട്ട് പെട്ടെന്ന് ചേഞ്ചും അല്ലെങ്കിൽ റാഡിക്കൽ ചേഞ്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനെ എപ്പോഴും സംശയത്തിന്റെ കണ്ണുകളോടെ കാണുക എന്നുള്ളതാണ് വേറൊരു കൺസർവേറ്റീവ് ഉം. ആറ്റിറ്റ്യൂഡ്, റൈറ്റ്? ഉം. അപ്പം ഇന്ത്യയിലെ ഇതിൻ്റെ ഒരു സ്ട്രോങ് എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗാന്ധി ഇതിനൊരു എക്സാമ്പിൾ ആയിരുന്നു, റൈറ്റ്? അപ്പോൾ ഗാന്ധി കൺസർവേറ്റീവ് വാല്യൂസ് ഉള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒത്തിരി ചേഞ്ചുകൾക്ക് അദ്ദേഹം ചുക്കാൻ പിടിച്ചിട്ടുണ്ടെങ്കിലും റാഡിക്കൽ ആയിട്ടുള്ള ചേഞ്ചുകൾ എപ്പോഴും സംശയത്തോടെ കണ്ട വ്യക്തി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഗാന്ധിനെ പറ്റി, റൈറ്റ്? ഉം. ആഹ് പക്ഷേ അപ്പം ഹയേക്കിന്റെ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഹയേക്ക് ഒരു എസ്സേ എഴുതി വൈ ഐ എം നോട്ട് എ കൺസർവേറ്റീവ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറ് എന്തുകൊണ്ട് ഹയേക്കിന് ഇത് എഴുതേണ്ടി വന്നിരിക്കാം, റൈറ്റ്? ഉം. വൈ ഐ എം നോട്ട് എ കൺസർവേറ്റീവ് എന്ന് ഹയേക്കിന് എന്തുകൊണ്ട് പറയേണ്ടി വന്നിരിക്കാം, റൈറ്റ്? അപ്പം എനിക്ക് തോന്നുന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് പല രാജ്യങ്ങളിലും ഒന്നെങ്കിൽ ആനന്ദ് നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് സിഗ്നൽസും ലെജിസ്ലേഷൻസും മാത്രം ചെയ്യുന്ന അങ്ങനത്തെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഒരു സൈഡിൽ. മറ്റേ സൈഡിൽ ലെജിസ്ലേഷൻ ഒന്നും വേണ്ട, ലോ മാത്രം മതി, കൺസർവേറ്റീവ് വാല്യൂസ് മാത്രം മതി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് വേറൊരു സൈഡിൽ. അപ്പം ഈ രണ്ട് ഓൾട്ടർനേറ്റീവ്സേ പലപ്പോഴും ഉള്ളൂ. അപ്പം ലെജിസ്ലേഷൻ കുറേ വേണ്ട, പ്രൈസ് സിഗ്നൽസിനെ നശിപ്പിക്കരുത് എന്ന് നമ്മൾ ആരെങ്കിലും പറയുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കൺസർവേറ്റീവ് ആണെന്ന് ആൾക്കാരെ അക്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉം. അപ്പം ഇങ്ങനെ ഒരുപക്ഷെ ഹയേക്കിനെ അക്യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം വൈ ആം നോട്ട് എ കൺസർവേറ്റീവ് എന്ന് പുള്ളി എഴുതിയത്. ഇത് രണ്ടുമല്ല, ഞാൻ വേറൊരു സാധനമാണെന്നാണ് ഹയേക്ക് പറയാൻ ഉദ്ദേശിച്ചത്, റൈറ്റ്? അപ്പോൾ ഇന്ത്യയിലും ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്, റൈറ്റ്? ഇപ്പോൾ രാജാജി നമ്മൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മിനു മൻസാനി, അങ്ങനത്തെ കുറച്ച് ഇന്ത്യൻ ലിബറൽ തിങ്കേഴ്സ് ഉണ്ടായിരുന്നു. ഇവരും പലപ്പോഴും കൺസർവേറ്റീവ് ഫോളിലേക്ക് അവരെ തള്ളിയിടാറുണ്ട്. അവർക്ക് കൺസർവേറ്റീവ് വാല്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ അവരെയും കൺസർവേറ്റീവ് ഫോളിലോട്ട് തള്ളിയിടാറുണ്ട്. പക്ഷേ കൺസർവേറ്റീവ്സും ലിബറൽസും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഞാൻ ആദ്യം അത് പറഞ്ഞിട്ട് ഡിഫറൻസിലേക്ക് കടക്കാം. സിമിലാരിറ്റി സംബന്ധിച്ച് രണ്ടുപേരും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവോൾവ് ചെയ്യുന്നതിനെ വിശ്വസിക്കുന്നവരാണ്. ഉം, റൈറ്റ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവോൾവ് ചെയ്ത് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സ്ട്രോങ്ങർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ ഞങ്ങൾക്കെല്ലാം അറിയാം, ലെജിസ്ലേഷൻ ആണ് വേണ്ടത്. ഉം, ലെജിസ്ലേഷൻ വഴി എല്ലാ സോഷ്യൽ പ്രാക്ടീസിനും നമുക്ക് മാറ്റിയെടുക്കാം. സൊസൈറ്റിനെ തകിടം മറിക്കണം. അല്ലെങ്കിൽ പ്രൈസ് സിസ്റ്റം ഒന്നും ഇമ്പോർട്ടന്റ് അല്ല എന്നൊക്കെ പറയുന്ന ഭയങ്കര റാഡിക്കൽ പ്രോഗ്രസീവിസ്റ്റിനെയൊക്കെ എതിർക്കുന്നവരാണ് ബോത്ത് കൺസർവേറ്റീവ്സും ഇവൻ ഹയക്കിനെ പോലുള്ള ലിബറൽസും. റൈറ്റ്? പക്ഷെ എവിടെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺസർവേറ്റീവ്സിന് ചേഞ്ച് ഒന്നും വേണ്ട. ദേ ജസ്റ്റ് വാണ്ട് ടു സ്റ്റാൻഡ് സ്റ്റിൽ. റൈറ്റ്? ഉം, കുറേ നമ്മൾ ഇവോൾവ് ആയി വന്നു. അപ്പം നമ്മൾ ഇവിടെ നിന്നാ മതി. ഇവോൾവ് ആയി വന്നതെല്ലാം നല്ലതാണ്. ലിബറൽസിനെ സംബന്ധിച്ചിടത്തോളം ചേഞ്ച് വേണം. ചേഞ്ച് ഈസ് ഇമ്പോർട്ടന്റ്. ചേഞ്ച് വേണം. ചേഞ്ച് എങ്ങോട്ടാണ് പോണേ, അല്ലെങ്കിൽ ഇങ്ങോട്ടാണ് ചേഞ്ച് വേണ്ടേ, അങ്ങോട്ടാണ് ചേഞ്ച് വേണ്ടേന്ന് പറയാനുള്ള കോൺഫിഡൻസ് ലിബറൽസിനില്ല. ഉം, ആ ചേഞ്ച് തന്നെ നടന്നോട്ടെ. ആൾക്കാരുടെ ഇൻഡിവിജ്വൽ ചോയ്സസ് ആൾക്കാർ ചെയ്യുമ്പോൾ, ആൾക്കാരെ ഫ്രീ ആയിട്ട് വിടുമ്പോൾ, ചേഞ്ച് വിൽ ഹാപ്പൻ സ്ലോലി, ചേഞ്ച് വിൽ ഹാപ്പൻ ഓർ റാഡിക്കലി, ബട്ട് ചേഞ്ച് വിൽ ഹാപ്പൻ ഇൻ വിച്ച് ഡയറക്ഷൻ വി ക്യാൻ നെവർ പ്രെഡിക്റ്റ്. ആൾക്കാരുടെ ഡിസ്പേഴ്സ് നോളജ് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ ടിന്നാണോ മേടിക്കേണ്ടത്, അതോ ഇന്നിപ്പോൾ ഡീസലാണോ മേടിക്കേണ്ടത്, പെട്രോൾ ആണോ മേടിക്കേണ്ടത് എന്നുള്ള അങ്ങനത്തെ ചേഞ്ചുകളൊക്കെ നടന്നോട്ടെ. നമ്മൾ ആരും മേളിലിരുന്ന് ഡിറ്റർമൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ലിബറൽസ് പറയുന്നത്. സോ ഉം, ലിബറൽസ് വോണ്ട് ചേഞ്ച്, കൺസർവേറ്റീവ്സ് ഡോണ്ട് വോണ്ട് ചേഞ്ച്. ലിബറൽസ് ജസ്റ്റ് ഡോണ്ട് നോ വേർ ദ ചേഞ്ച് ഇസ് ഗോയിങ് ടു ബി. അതാണ് അവർ ഉം, ലിബറൽസും കൺസർവേറ്റീവും തമ്മിലുള്ള ഒരു വ്യത്യാസം. ആ, ഉം, രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺസർവേറ്റീവ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കൺസർവേറ്റീവ്സിന് ദേ ഡോണ്ട് ഹാവ് എൻ ഐഡിയ എന്താണ് അവരുമായിട്ട് ഡിസഗ്രി ചെയ്യുന്ന ആൾക്കാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയ കൺസർവേറ്റീവ്സിന് ഇല്ല. അപ്പം ഒരു സൈഡിൽ കൺസർവേറ്റീവ്സ് പറയുന്നു ചേഞ്ച് അത്ര നല്ലതല്ല, നമ്മൾ ഇവോൾവ് ചെയ്ത് വന്നതെല്ലാം നല്ലതാണ്. റാഡിക്കലായ പ്രോഗ്രസിവിസ്റ്റുകളൊക്കെ വേറെ സൈഡിൽ പറയുന്നു ഭയങ്കര റാഡിക്കൽ ചേഞ്ച് വേണം, എല്ലാം വേണം. ഇവർ തമ്മിൽ എപ്പോഴും അടിയാണ്, ഇവർ തമ്മിൽ അഡ്ജസ്റ്റ് ആവത്തില്ല. ലിബറൽ ഐഡിയാസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫറിംഗ് ആയുള്ള ഒപ്പീനിയൻസിനെ, ഡിസഗ്രി ചെയ്യുന്നവരെ, നമ്മളെപ്പോലുള്ള ആൾക്കാരെ അക്കമഡേറ്റ് ചെയ്യാനുള്ള ഒരു ഫണ്ടമെന്റൽ ഫ്രെയിം വർക്ക് ലിബറൽ ഐഡിയാസിലുണ്ട്. റൈറ്റ്? സോ യു റെസ്പെക്ട്, എന്താ പറയുക, ബാക്കിയുള്ളവരുടെ ഒപ്പീനിയൻസ് എപ്പോഴും റെസ്പെക്ട് ചെയ്യുക, ആസ് ലോങ് as അവർ നമ്മുടെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തെ അഫക്ട് ചെയ്യാത്തോടത്തോളം കാലം. അങ്ങനെ ഉം, ഒരു ഫണ്ടമെന്റൽ ഫ്രെയിം വർക്കിലാണ് ഹയക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഉം, ആ കൺസർവേറ്റീവ് ഐഡിയാസും ലിബറൽ ഐഡിയാസും തമ്മിലുള്ള ചേഞ്ച്, അപ്പം നീ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഇവോൾവ് ചെയ്ത് വന്നത് നല്ലതാണോ? അല്ല. റൈറ്റ്? പക്ഷെ അത് മുന്നോട്ട് എങ്ങോട്ട് ഇവോൾവ് ചെയ്യണം, അതെങ്ങോട്ട് ഇവോൾവ് ചെയ്യണമെന്ന് പറയാൻ ഒരിക്കലും ഒരു ലിബറലിന് അറിയത്തില്ല. പക്ഷേ എല്ലാവർക്കും അവരുടെ ഫ്രീഡംസ് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് ഇവോൾവ് ചെയ്യും എന്നുള്ളതാണ് ലിബറലിന് പൊതുവെ പറയാൻ പറ്റുന്നൊരു സംഭവം. ഇതാണ് കൺസർവേറ്റീവ്സും ലിബറലിസവും തമ്മിലുള്ള വ്യത്യാസം. ആൻഡ് ഹയേക്ക് ഒരു ലിബറൽ ആയിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഉം, പോയിന്റ്. ഉം. എനിക്ക് തോന്നുന്നു ഈ ലിബറൽ എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആൾക്കാർ ഡിഫറെന്റ് രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇതിന് ഭയങ്കര റോങ് കൊണോട്ടേഷൻസും പലരും ഇത് ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ഒക്കെ ഉപയോഗിക്കുന്ന കേസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കളിയാക്കിയിട്ടും അങ്ങനെയൊക്കെ. സോനിൽ പറഞ്ഞതിൽ ഭയങ്കര ക്ലിയർ ആണ് എന്താണ് ലിബറലിസം എന്ന് പറയുന്നതും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഒരു ലിബറൽ ഹിസ്റ്ററി തന്നെ പലപ്പോഴും നമ്മൾ അധികം മനസ്സിലാക്കിയിട്ടില്ല. ഇതിലും അഗൈൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സെന്റർ ഫോർ സിവിൽ സൊസൈറ്റിയുടെ ഒരു ഇന്ത്യൻ ലിബറൽസ് എന്നൊക്കെ പറഞ്ഞൊരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. ഇന്ത്യയുടെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ലിബറൽ ഹിസ്റ്ററി എന്തൊക്കെയാണ്, ആരൊക്കെയായിരുന്നു ഇമ്പോർട്ടന്റ് ലിബറൽ ആയിട്ടുള്ള വ്യക്തികൾ എന്നൊക്കെ പറയുന്നത്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാനും കൂടുതൽ ഇതിനെപ്പറ്റി അറിയാനും ഒക്കെ. അതും ഞാൻ ഈ ഷോ നോട്ട്സിന്റെ കൂടെ ഷെയർ ചെയ്യാം. എന്തായാലും നമ്മൾക്ക് സോനൽ ഇതിന് മുന്നേയും കുറെ എപ്പിസോഡുകളിലും ഒക്കെ പറയുന്ന സോനലിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് സോനൽ പറയുന്ന ഒരു പുസ്തകം റോഡ് ടു സെർഫ്ഡം എന്ന് പറഞ്ഞ ഹായക്കിന്റെ പുസ്തകമാണല്ലേ. അപ്പോൾ നമുക്ക് അവസാനത്തെ ഐഡിയ ആയിട്ട് അതിലേക്ക് കടന്നാലോ? എന്താണ് റോഡ് ടു സെർഫ്ഡം, എന്താണ് ഐഡിയ എന്നൊക്കെ ഉള്ളത്? ഓക്കെ. അപ്പം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അടുത്ത ഐഡിയ, അല്ലെങ്കിൽ ലാസ്റ്റ് ഐഡിയ എനിക്ക് പറയാനുള്ളത് റോഡ് ടു സെർഫ്ഡം എന്ന് പറഞ്ഞൊരു ഹയേക്കിന്റെ ബുക്കാണ്. എനിക്ക് ഈ ഐഡിയ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം 20th സെഞ്ച്വറി, നമ്മുടെ 1900s മുതൽ 1999 വരെയുള്ള സമയം 2 വേൾഡ് വാർ ഉണ്ടായ സമയമാണ്. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടായ സമയമാണ്. സോവിയറ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടായിരുന്ന സമയമാണ്. ഒത്തിരി പേര് മരിച്ച സമയമാണ്. ഹ്യൂമൻ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റും ഏറ്റവും കൂടുതൽ മരണവും സംഭവിച്ചൊരു കാലമാണ്. റൈറ്റ്? ഒത്തിരി പേര് ഫ്രീ ആയി, ഒത്തിരി കൺട്രീസ് ഫ്രീ ആയി ഇമ്പീരിയലിസത്തിനകത്തുനിന്ന്. പക്ഷെ അതേസമയം വേറെ കുറേ കൺട്രീസ് സ്ലേവറിയും സെർഫ്ഡമിലേക്കും പോകുന്നത് നമ്മൾ കാണാനിടയായി. സോ ഈ ഒരു സമയമാണ് ഈ 20th സെഞ്ച്വറി എന്ന് പറയുന്നത്. അപ്പം ആ 20th സെഞ്ച്വറിയിൽ എസ്പെഷ്യലി ഹയക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്ത 2 കാര്യങ്ങൾ, ഒന്ന് നാസി ജർമ്മനിയിലെ സിറ്റുവേഷനും, വേറൊന്ന് സ്റ്റാലിൻ്റെ ഗുലാഗ്സ്, സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന സിറ്റുവേഷനുമാണ്. ഇതിനെപ്പറ്റി അപ്പം എന്നെ ഒത്തിരി ക്യാപ്ചർ ചെയ്യുന്ന 2 ഒരു പീരീഡാണ് ഈ 1900s മുതൽ 1999 വരെയുള്ള സമയം. അപ്പം ആ ഒരു എപ്പിസോഡിനെ, അല്ലെങ്കിൽ എപ്പിസോഡിൽ എന്തുകൊണ്ട് അങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളൊരു നല്ല അനാലിസിസ് ആണ് റോഡ് ടു സെർഫ്ഡം എന്ന് പറഞ്ഞ ഹയേക്കിന്റെ ബ്രില്യന്റ് ബുക്കിലൂടെ ഹയേക്ക് തരുന്ന ഒരു ഐഡിയ. സോനൽ ഗുലാഗ്സിനെ പറ്റി പറഞ്ഞില്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ ഒരു പ്രേക്ഷകന് ചിലപ്പോൾ ഗുലാഗ് എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. ഞാനും വളരെ റീസെന്റ് ആണ് എന്താണ് ഗുലാഗ് എന്നൊക്കെ മനസ്സിലാക്കിയത്.
അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? സ്റ്റാലിന്റെ ഗുലാഗ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചത്? അപ്പം നമുക്ക് സ്റ്റാലിൻ്റെ ഗുലാഗിനെ പറ്റി നമുക്ക് വേറൊരു എപ്പിസോഡ് മൊത്തത്തിൽ ഉം. ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഗുലാഗ്സ് എന്ന് പറയുകയാണെങ്കിൽ ഗുലാഗ് എന്ന് പറഞ്ഞ റഷ്യൻ വാക്കിൻ്റെ ഇതൊരു ഷോർട്ട് ഫോമാണ്. ഗുലാഗ് എന്ന് പറയുകയാണെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ അതായത് 1917 ഒക്ടോബർ റവല്യൂഷന് ശേഷം ബോൾഷെവിക്സ് കൊണ്ടുവന്ന ഒരു കൺട്രിയാണല്ലോ സോവിയറ്റ് യൂണിയൻ എന്നുള്ളത്. ആ സോവിയറ്റ് യൂണിയനിൽ ലെനിന് ശേഷം സ്റ്റാലിൻ ഒക്കെ തുടങ്ങിയ സമയത്ത് അവരുടെ എനിമി ഓഫ് സ്റ്റേറ്റ്സ്, അതായത് അവരുടെ തുടക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെ സപ്പോർട്ട് ചെയ്യാത്ത ബാക്കിയുള്ളവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് റോബേഴ്സിനും മർഡറേഴ്സിനും ചാരന്മാർക്കെന്നും എന്ന് പറഞ്ഞ് റോട്ടിൽ കാണുന്ന എല്ലാവരെയും എനിമി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്ത് അവരെ കൊണ്ട് അടച്ചിട്ടിരുന്ന ഫോഴ്സ്ഡ് ലേബർ ക്യാമ്പ്സിനെയാണ് ഉം. ഗുലാഗ്സ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്. അപ്പം റോഡ് ടു സർഫസിനകത്ത് എന്തുകൊണ്ട് ഇങ്ങനെ പല മോശമായ കാര്യങ്ങളും ഈ ഒരു സെഞ്ച്വറിയിൽ നടന്നു, അല്ലെങ്കിൽ വളരെ സങ്കടകരമായ കാര്യങ്ങൾ നടന്നു എന്നൊരു കാര്യമാണ് ഹയക്ക് ഇതിനകത്ത് സംസാരിക്കുന്നത് ഈ ബുക്കിനകത്ത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ബുക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ബുക്കിൻ്റെ കഥയിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. അല്ലെങ്കിൽ എൻ്റെ ഒരു ഈ ഇതിനകത്തോട്ട് കിടക്കാനൊരു സാധനം ഞാൻ പറയാം. ഞങ്ങൾക്ക് പബ്ലിക് പോളിസി ക്ലാസ്സുകളുണ്ട് നൈതിക പോളിസി കളക്ടീവിന്. അപ്പം ഞങ്ങൾ പബ്ലിക് പോളിസി ക്ലാസ് എടുക്കുമ്പോൾ പൊതുവെ ഞാൻ സ്റ്റുഡൻസിനോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഗവൺമെന്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എന്താണ് ഒരു ഗവൺമെന്റ്? അപ്പോൾ പല ഉം. സ്റ്റുഡൻസും പല ഉത്തരം പറയും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഉത്തരങ്ങൾ പൊതുവെ വരാറുള്ളത്, ചില സ്റ്റുഡൻസ് പറയാറുണ്ട്, ഗവൺമെന്റ് ആണ് വയലൻസ് മൊണോപ്ലൈസ് ചെയ്യുന്ന ഏക ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഉം. ഹിംസ ഉപയോഗിക്കാനുള്ള ഏകാധിപത്യമുള്ള ഏക ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് ആണ്. റൈറ്റ്? നമ്മൾ ഉം. നോക്കുകയാണെങ്കിൽ അത് ശരിയാണ്. നമ്മുടെ എല്ലാ സിസ്റ്റത്തിലും എനിക്ക് ആനന്ദിനെ അടിക്കാനോ ആനന്ദിന് എന്നെ അടിക്കാനോ നമുക്ക് റൈറ്റ് ഇല്ല. റൈറ്റ്? ഞാൻ ആനന്ദിനെ ഉം. അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആനന്ദിന് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിന്റ് ചെയ്യാം. ആനന്ദ് എന്നെ അടിച്ചു കഴിഞ്ഞാൽ ആനന്ദിന് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിന്റ് ചെയ്യാം. അപ്പം നമുക്ക് അന്യോന്യം ഹിംസ ഉപയോഗിക്കാനുള്ള അധികാരമേ ഇല്ല. റൈറ്റ്? പക്ഷേ ഗവൺമെന്റിന് നമ്മളെ ശിക്ഷിക്കാൻ, നമ്മളെ തൂക്കിലേറ്റാനോ നമ്മളെ ജയിലിലടയ്ക്കാനോ എന്താ പണിഷ്മെന്റ് നമുക്ക് തരാൻ വേണ്ടി ഗവൺമെന്റിന് പവറുണ്ട്. റൈറ്റ്? അപ്പോൾ ഉം. വയലൻസ് ഉപയോഗിക്കാനുള്ള ഏക എൻറ്റിറ്റിയാണ് ഗവൺമെന്റ് എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. റൈറ്റ്? ഉം. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിത് ആദ്യം പറയാൻ കാരണം, അതിനകത്തോട്ട് ഞാൻ പിന്നെ തിരിച്ചു വരാം. പക്ഷെ നമ്മളിപ്പം ഹയക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് ടു സർഫ്ഡം എന്ന് പറഞ്ഞ ഈ സാധനത്തിനകത്ത് ഹയക്ക് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗവൺമെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഗവൺമെന്റിന് പല റോളുകളുണ്ട്. റൈറ്റ്? നമ്മളിപ്പോൾ ഒരു കൺട്രിയിൽ എടുക്കുകയാണെങ്കിൽ, ഒരു കൺട്രിയിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ കൺട്രിയിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഒരു വീറ്റ് ഫാർമേഴ്സിനെ നമ്മളൊരു കൺട്രിയിൽ എടുക്കുകയാണ്. ആ വീറ്റ് ഫാർമേഴ്സിന് അവർ വീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നവരാണ്, അത് വിൽക്കുന്നവരാണ്. പക്ഷേ ഈ വീറ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണെങ്കിലും അതേസമയം വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് മാത്രം ജീവിക്കാൻ പറ്റില്ല. അവർക്ക് പല സാധനങ്ങളും മേടിക്കണം. അവർക്ക് കാർ മേടിക്കണം, അല്ലെങ്കിൽ ജീപ്പ് മേടിക്കണം, അവർക്ക് അവരുടേതായ വേറെ ഭക്ഷണം മേടിക്കണം. അങ്ങനെ പല സാധനങ്ങളും അവർ മേടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരേ സമയം പ്രൊഡ്യൂസേഴ്സും ആണ്, പല രീതികളിലും കൺസ്യൂമേഴ്സും ആണ്. ഉം. ഹയക്ക് പറയുന്നത് ഗവൺമെന്റ് മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ, ഗവൺമെന്റ് ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെന്റ് കൺസ്യൂമേഴ്സിനെയാണ് എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, പ്രൊഡ്യൂസേഴ്സിനെ അല്ല പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നാണ് ഉം. ഹയക്ക് പറയുന്ന ഒരു മെയിൻ കാര്യം. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഞാനൊരു എക്സാമ്പിൾ എടുത്ത് ഉപയോഗിച്ച് പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മളിപ്പോൾ റഷ്യ യുക്രൈൻ വാർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ വർഷങ്ങളായിട്ട്. അപ്പം ഈ റഷ്യ യുക്രൈനുമാണ് വീറ്റ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കൺട്രികളിലൊന്ന്. റൈറ്റ്? ഉം. അപ്പം ഈ കൺട്രികളിലാണ് ഏറ്റവും കൂടുതൽ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നപ്പെടുന്നതുകൊണ്ട് തന്നെ അവിടെ യുദ്ധം നടക്കുന്നതുകൊണ്ട് ആ വീറ്റ് ഇങ്ങോട്ട് അധികം വരുന്നില്ല. പെട്ടെന്ന് ഇപ്പോൾ അവിടുത്തെ റഷ്യ യുക്രൈൻ വാർ ഇപ്പം നിൽക്കുകയാണെങ്കിൽ അവിടുന്നുള്ള വീറ്റ് ഒത്തിരി ഇങ്ങോട്ടേക്കും പല കൺട്രികളിലേക്കും വരാൻ തുടങ്ങും. അങ്ങനെ വീറ്റിന്റെ സപ്ലൈ കൂടും. വീറ്റിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് താഴോട്ട് പോകും. ഉം. അപ്പം കൺസ്യൂമേഴ്സായ നമ്മൾക്ക് ആട്ടയും അങ്ങനെ വീറ്റിന്റെ പല പ്രൊഡക്ട്സും ചെറിയ പൈസയ്ക്ക് നമ്മൾക്ക് കിട്ടാൻ തുടങ്ങും. നമ്മൾ ഹാപ്പിയാവും. പക്ഷെ ഉം. നമ്മൾ നോക്കുകയാണെങ്കിൽ വീറ്റിന്റെ ഇന്ത്യയിലുള്ള ഫാർമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന പൈസ ഭയങ്കരമായിട്ട് കുറയും. അപ്പം വീറ്റിന്റെ പ്രൈസ് ഇടിയുന്ന സമയത്ത്. അപ്പോൾ ഗവൺമെന്റ് നോക്കുമ്പോൾ ഫാർമേഴ്സ് ഇതിനകത്ത് നിന്ന് ലൂസ് ഔട്ട് ചെയ്യാണ്, കൺസ്യൂമേഴ്സ് ഇതിനകത്ത് നിന്ന് ബെനിഫിറ്റ് ചെയ്യാണ്. അപ്പോൾ ഉം. ഫാർമേഴ്സ് പലരും ഗവൺമെന്റ് അടുത്ത്, ഫാർമർ യൂണിയൻസും ഫാർമർ ഗ്രൂപ്പുകളും ഗവൺമെന്റ് അടുത്ത് പോയി പറയും, വീറ്റിന്റെ പ്രൈസ് ഇത്രയും താഴോട്ട് പോകാൻ പാടില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു വീറ്റിന്റെ ഒരു പ്രൈസ് ഫ്ലോർ വെക്കാൻ സാധ്യതയുണ്ട്. റൈറ്റ്? അപ്പോൾ ഇതിന്റെ താഴോട്ട് വീറ്റിന്റെ പ്രൈസ് ആരും ഇടാൻ പാടില്ല എന്നൊരു ഉം. പ്രൈസ് ഫ്ലോർ ചിലപ്പോൾ ഗവൺമെന്റ് വെക്കും. അല്ലെങ്കിൽ ഗവൺമെന്റ് ഇമ്പോർട്ട് ഓഫ് വീറ്റ് ബാൻ ചെയ്യും. അങ്ങനെ പല സാധനങ്ങൾ ചെയ്തിട്ട് അവസാനം ഫാർമേഴ്സിനെ ഗവൺമെന്റ് ഹാപ്പിയാക്കും. ഉം. അപ്പോൾ ഫാർമേഴ്സ് പറയും, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, അടുത്ത ഇലക്ഷന് നിങ്ങൾക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെന്റ് നോക്കുമ്പോൾ കൊള്ളാലോ, വീറ്റ് ഫാർമേഴ്സ് എല്ലാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. റീസെൻ്റ്ലി നടന്ന ഇലക്ഷനിൽ വീറ്റ് ഫാർമേഴ്സിന്റെ വോട്ടിംഗ് കാരണം ഒരു സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് ഭരണം കിട്ടി. ഗവൺമെന്റ് ഭയങ്കര ഹാപ്പി. റൈസ് ഫാർമേഴ്സ് നോക്കുമ്പോൾ എന്തുകൊണ്ട് വീറ്റ് ഫാർമേഴ്സിനെ മാത്രമേ ഹെൽപ്പ് ചെയ്യുന്നു, ഞങ്ങളെയും ഹെൽപ്പ് ചെയ്തൂടെ? അവർ പോയി ഗവൺമെന്റിനോട് ചോദിക്കുന്നു. ഗവൺമെന്റ് നോക്കുമ്പോൾ ഇവരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വോട്ട് കിട്ടും, കുറച്ച് ഒരു ഉം. ഇലക്ഷനും കൂടെ ജയിക്കാൻ സാധ്യതയുണ്ട്. റൈസ് ഫാർമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ലാപ്ടോപ്പിന്റെ പ്രൊഡ്യൂസേഴ്സ് ഗവൺമെന്റിനോട് ഇമ്പോർട്ട് ബാൻ ചോദിക്കുന്നു. ഇലക്ട്രോണിക് പ്രൊഡ്യൂസേഴ്സ് ഗവൺമെന്റിനോട് ഇമ്പോർട്ട് ബാൻ ചോദിക്കുന്നു. പലരും പലരും ഗവൺമെന്റിനോട് കാര്യങ്ങൾ ചോദിക്കാൻ പോകുന്നു. ഗവൺമെന്റ് അവർക്കെല്ലാം ഫേവേഴ്സ് കൊടുക്കുന്നു.
അപ്പം ഇവിടെ ഗവൺമെന്റ് പ്രൊഡ്യൂസേഴ്സിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. കൺസ്യൂമേഴ്സിനെ അല്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. നൗ ഉം. ഇങ്ങനെ ഗവൺമെന്റ് പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ പവേഴ്സ് ഇങ്ങനെ കൂട്ടി, കൂട്ടി, കൂട്ടി വരേണ്ട ആവശ്യമുണ്ട്. അത് നമ്മളൊന്ന് ഓർത്ത് നോക്കി. ഇപ്പൊ ഈ ഒരു ഇമ്പോർട്ട് ബാൻ നടത്തണമെങ്കിൽ ഇമ്പോർട്ട് ബാൻ ഗവൺമെന്റിന് ചെയ്യാം എന്നൊരു പവർ ഗവൺമെന്റിന് ഉണ്ടായിരിക്കണം. ഒരു പ്രൈസ് ഫ്ലോർ ഗവൺമെന്റിന് കൊണ്ടുവരണമെങ്കിൽ ഒരു പ്രൈസ് ഇതിന് താഴോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു ബാൻ ഗവൺമെന്റ് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ പ്രൈസിനെ ഗവൺമെന്റിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ഗവൺമെന്റിന് ഉണ്ടായിരിക്കണം. അപ്പൊ ഇങ്ങനെ ഗവൺമെന്റ് കൂടുതൽ കൂടുതൽ പവേഴ്സ് ഗവൺമെന്റിന് ആഡ് ചെയ്ത് പോയാലേ ഇങ്ങനെ പല പല പ്രൊട്ടക്ഷൻസ് ഗവൺമെന്റിന് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഉം. ഹയേക്ക് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി നമ്മൾ ഈ കൂടുതൽ കൂടുതൽ പവേഴ്സ് കൊടുക്കുന്നത് ഹിംസയ്ക്ക് ഏകാധിപത്യമുള്ള ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ ഈ കൂടുതൽ കൂടുതൽ പവേഴ്സ് കൊടുക്കുന്നത്. അത് മൊണോപ്പൊളി ഓഫ് ഉം. വയലൻസ് ഉള്ള ഗവൺമെന്റ് എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റിക്കാണ് നമ്മൾ കൂടുതൽ കൂടുതൽ പവേഴ്സ് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മൊണോപ്പൊളി ഓഫ് വയലൻസിന്റെ സംഭവം. ഇങ്ങനെ നമ്മൾ അവർക്ക് കൂടുതൽ പവേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളുടെ സോഷ്യൽ ഫ്രീഡത്തെയും എക്കണോമിക് ഫ്രീഡത്തെയും നമ്മുടെ പൊളിറ്റിക്കൽ ഫ്രീഡത്തെയൊക്കെ മെല്ലെ 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 ഗവൺമെന്റ് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങും. അങ്ങനെയാണ് അതൊരു റോഡ് ടു സെർഫ്ഡമിലേക്ക് മാറുന്നത് എന്നാണ് ഹയേക്കിന്റെ ഐഡിയ. റൈറ്റ്. അപ്പോൾ ഉം. 20th സെഞ്ച്വറിയിലുള്ള പല ഹിറ്റ്ലറിന്റെ എക്സാമ്പിൾ എടുത്താലും സ്റ്റാലിന്റെ എക്സാമ്പിൾ എടുത്താലും ചെറിയ ചെറിയ പവേഴ്സ് ആദ്യം അവർ ക്യാപ്ചർ ചെയ്ത് പിന്നെ കൂടുതൽ പവേഴ്സ് എടുത്തെടുത്താണ് അത് വലിയൊരു സങ്കടകരമായ ഒരു ഒരു സിസ്റ്റത്തിലേക്ക് മാറിയത്. ലാഭകരമായ ഒരു സിസ്റ്റത്തിലേക്ക് അത് ഉം. മാറിയത് ഇങ്ങനെ ഒരു മെല്ലെ മെല്ലെ റോഡ് ടു സെർഫ്ഡം ആയിട്ടാണ് അത് മാറിയത്. സെർഫ്ഡം എന്ന് പറയുകയാണെങ്കിൽ അടിമത്തത്തിനോ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. സോ അങ്ങനെയാണത് മാറിയെന്നുള്ളതാണ് ഹയക്ക് പറയുന്ന പോയിന്റ്. അപ്പം ഗവൺമെന്റ് നമ്മൾ കൂടുതൽ കൂടുതൽ പവേഴ്സ് കൊടുക്കുമ്പോൾ അവർ അത്രയും പവേഴ്സ് അല്ല അതിൽ കൂടുതൽ പവേഴ്സ് എടുത്തെടുത്ത് അവർ മുന്നോട്ട് പോകും. ഇന്ത്യയിൽ തന്നെ ഇതിന്റെ ഒരു നല്ല എക്സാമ്പിൾ ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പത്തെ ഗവൺമെന്റ് പല രീതിയിലും മിസ്യൂസ് ചെയ്യുന്ന ഒരു ലോ ആണ് നമുക്കറിയാം. അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് യുആപ്പ എന്ന് പറയുന്ന ലോ. നമ്മുടെ ഉമർ ഖാലിദൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഈവൻ ഫാദർ സ്റ്റാൻ സ്വാമി അങ്ങനെ പല ആൾക്കാരെയും ഗവൺമെന്റ് തുറങ്കലിൽ അടയ്ക്കുന്ന ഒരു റൂൾ അനുപയോഗിക്കുന്ന ഒരു ലോ ആണ് യുആപ്പ എന്ന് പറയുന്ന ലോ. റൈറ്റ്. ഈ യുആപ്പ എന്ന് പറഞ്ഞ ലോ ബിജെപി ഗവൺമെന്റ് കൊണ്ടുവന്ന ലോ അല്ല. 2004 ടെററിസ്റ്റ് ഓർഗനൈസേഷനുകളെ കർബ് ചെയ്യാൻ വേണ്ടി അന്നത്തെ യുപിഎ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ലോ ആണ്. റൈറ്റ്. ഉം. ആ ലോ മുംബൈ ടെറർ അറ്റാക്കിന് ശേഷം കോൺഗ്രസ് ഗവൺമെന്റ് ഒന്നും കൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്തു. റൈറ്റ്. അന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പം ഫസ്റ്റ് ലെവൽ ഓഫ് സ്ട്രെങ്തനിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഗവൺമെന്റ് മാറി 2019 ബിജെപി വന്നപ്പോൾ അവർ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്തിട്ട് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് മാത്രമല്ല ഉം. ഇൻഡിവിജ്വൽസിനും കൂടി ഇത് ആപ്ലിക്കബിൾ ആവുമെന്നും പറഞ്ഞ് ചെയ്തു. അങ്ങനെ അങ്ങനെ പുതിയ ലോസ് അതിനകത്തുള്ള പുതിയ പ്രൊവിഷൻസ് ആഡ് ചെയ്ത് ഒരു പവർഫുൾ ലോ ആയി മാറി. ഇന്ന് പലപ്പോഴും ഡിസെന്റും പ്രൊട്ടസ്റ്റൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലോ ആയി യുവാപ്പ മാറി. റൈറ്റ്. ഉം. അപ്പം ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് പുതിയ ലോ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ സോഷ്യലി ഉള്ള നമ്മുടെ ഫ്രീഡംസിനെയോ പൊളിറ്റിക്കൽ ഫ്രീഡംസിനെയോ ഒക്കെ അഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അത്ര അത്ഭുതമില്ല. കാരണം നമ്മൾ ഭയങ്കര യൂസ്ഡ് ആണ് നമ്മുടെ എക്കണോമിക് ഫ്രീഡമിനെ നമ്മൾ ആര് ബിസിനസ് ചെയ്യണം ചെയ്യേണ്ട, എത്ര ടാക്സ് ചെയ്യണം ചെയ്യേണ്ട, എത്ര ഇമ്പോർട്ട് ചെയ്യണം ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്ന എക്കണോമിക് ഫ്രീഡത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഗവൺമെന്റിൽ നമ്മൾ ഭയങ്കര യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഫ്രീഡംസിലും പൊളിറ്റിക്കൽ ഫ്രീഡംസിലൊക്കെ ഗവൺമെന്റ് അഫക്റ്റ് ചെയ്യാൻ പലപ്പോഴും നമ്മുടെ രാജ്യത്തിലുള്ള നമ്മളെപ്പോലുള്ളവർ വില്ലിങ് ആവുന്നു. അത് ഹയേക്ക് പറഞ്ഞ പോലെ നമ്മൾ റോഡ് ടു സെർഫ്ഡത്തിലേക്ക് ആവുന്നതാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ടതായിട്ടൊരു പോയിന്റ് ഉണ്ട്. സോ ഇവിടെയെല്ലാം ഹയേക്ക് പറയുന്നത് ഗവൺമെന്റിന്റെ ലെജിസ്ലേഷൻസിനെ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക. നീഡ്ഫുൾ ആയത് മാത്രം കൊണ്ടുവരാൻ സമ്മതിക്കുക. അതിൽ കൂടുതൽ അവരുടെ പവേഴ്സ് അവർ ഇൻക്രീസ് ചെയ്യുന്നതിനെ നമ്മളെപ്പോഴും സമ്മതിക്കാതിരിക്കുക. ബിക്കോസ് അതൊരു റോഡ് ടു സെർഫ്ഡമിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഹയേക്കിന്റെ ഐഡിയ. വെരി ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആണ്. എനിക്ക് ഓൺലി ഫാർമേഴ്സ് ഒക്കെ ഗവൺമെന്റ് അടുത്തേക്ക് വരുന്നു വീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ലാപ്ടോപ്പ് പ്രൊഡ്യൂസേഴ്സ് പോകുന്നു. ഇതൊക്കെ നമ്മൾ കണ്ട എക്സാമ്പിൾസും ആണ് ഇന്ത്യയിൽ. അപ്പൊ അത് പറഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി വേറൊരു എക്കണോമിസ്റ്റിന്റെ കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഫ്രെഡറിക് ബാസ്റ്റിയത്ത് എന്ന് പറഞ്ഞ ഒരു എക്കണോമിസ്റ്റ് ഉം ഹും. കാൻഡിൽ മേക്കേഴ്സ് പെറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് പറയുന്നുണ്ട്. പുള്ളി പറയുന്നത് കാൻഡിൽ മേക്കേഴ്സ്, അതായത് മെഴുകുതിരി ഉണ്ടാക്കുന്നവരൊക്കെ ഒരു ദിവസം ഗവൺമെന്റിന്റെ അടുത്തേക്ക് പോവുകയാണ്. സൂര്യനെ ബ്ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. സൂര്യൻ നമ്മുടെ ബിസിനസ് കളയുന്നു എന്ന് പറഞ്ഞിട്ട് അവര് ഗവൺമെന്റ് അടുത്തേക്ക് പോകുന്ന ഒരു കേസ് ഒരു തമാശ രൂപേണ പറയുന്നുണ്ട്. റൈറ്റ്. അതേപോലെയൊക്കെയാണ് ഇതും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊരു മറുവശം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഫ്രെഡറിക് ബാസ്റ്റിയത്ത് പറയുന്നത്. അതായത് ഇവര് ഗവൺമെന്റ് അടുത്തേക്ക് പോയിട്ട് സൂര്യനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു പ്രൊപ്പോസൽ ഗവൺമെന്റ് കൊണ്ടുവരികയാണെങ്കിൽ അത് സാധാരണ കൺസ്യൂമേഴ്സിനെയും സാധാരണ ജനങ്ങളെയാണ് എഫക്ട് ചെയ്യുന്നത്. അതേപോലെ ഉം. ഈ വീറ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത് ബാൻ ചെയ്യുമ്പോൾ, ലാപ്ടോപ്പ് ഇമ്പോർട്ട് ചെയ്യുന്നത് ബാൻ ചെയ്യുമ്പോൾ അത് സാധാരണ കൺസ്യൂമേഴ്സിന് അവരുടെ സാധനങ്ങൾ വാങ്ങാനുള്ള പ്രൈസ് കൂട്ടുകയാണ് അവസാനം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു മറുവശം. അപ്പോൾ ഫ്രെഡറിക് ബാസ്റ്റിയത്ത് ഇതിനെ സീൻ ആൻഡ് അൺസീൻ എഫക്ട് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ ഫാർമേഴ്സിനെയും ലാപ്ടോപ്പ് ഉണ്ടാക്കുന്നവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അൺസീൻ ആയിട്ട് അത് വാങ്ങുന്നവരെ കൺസ്യൂമേഴ്സിനെ ഇമ്പാക്ട് ചെയ്യുന്നതാണ് ഗവൺമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു ഐഡിയ. പക്ഷെ ഞാനത് ജസ്റ്റ് അതും കൂടി ഒന്ന് ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചു ഇത് പറഞ്ഞപ്പോൾ. എന്റെ അഭിപ്രായത്തിൽ ഹയക്കിനെ എല്ലാവരും വായിക്കുക. ഉം. അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഹയക്കിനെ പറ്റിയുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയ പെർസ്പെക്റ്റീവ്സ് ആണ്. ഞങ്ങളും കുറച്ച് ഷോ നോട്ട്സിൽ അദ്ദേഹത്തെ പറ്റിയുള്ള ലിങ്ക്സ് ഇടാം.
ഹൈക്കിനെ പറ്റിയുള്ള ഐഡിയാസ് വേറെ പല എപ്പിസോഡുകളിലും ഞങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തിടാറുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കിനെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും നമ്മളിപ്പോ ഹയക്കിന്റെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഐഡിയാസ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഓസ്ട്രിയൻ എക്കണോമിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറച്ച് ഐഡിയാസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. എന്തായാലും നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ പുതിയ ഐഡിയകളായിട്ടും പുതിയ സംഭവങ്ങളായിട്ടും വീണ്ടും കാണാം. ഇത്രയും നേരം കേട്ടു നിന്നതിന് താങ്ക് യു. ബൈ. ബൈ ബൈ.